AD 2040 ലോകത്തിൻ്റെ ഗതി പ്രവചനാതീതമായി മാറിയ കാലഘട്ടം. പെട്രോളിയം നിക്ഷേപം കിട്ടിക്കൊണ്ടിരുന്ന രാജ്യങ്ങളിലെ എണ്ണക്കിണറുകളെല്ലാം തന്നെ വറ്റി വരണ്ടു കഴിഞ്ഞു. കൽക്കരിപ്പാടങ്ങൾ തിരക്കി ഭൂമിയെ ചുരണ്ടി പോയിട്ടും കൃത്യമായ ക്വാളിറ്റിയിലുള്ള കൽക്കരി കിട്ടുന്നില്ല. ഉള്ള ഇത്തരം പെട്രോളിയം കൽക്കരിയും കത്തിച്ച് ഭൂമിയുടെ അന്തരീക്ഷം ഏകദേശം താപനില കൂടി ശ്വസിക്കാൻ പോലും കൃത്രിമമായിട്ടുള്ള ശ്വാസം ആവശ്യം വേണ്ടി വരുന്ന മനുഷ്യരുടെ നഗരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. മാത്രമല്ല, ലിഥിയം പോലെയുള്ള റീചാർജബിൾ ബാറ്ററി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഖനികളിൽ ലിഥിയത്തിൻ്റെ ഡെപ്പോസിറ്റും കുറഞ്ഞു തുടങ്ങി. ലോകത്തിലുള്ള ആകെ വൻകരകളിൽ ഏകദേശം 6 വൻകരകളിലും മനുഷ്യൻ ചന്നം ഭിന്നം അന്വേഷിക്കുകയാണ്. എവിടെയെങ്കിലും പെട്രോളിയം നിക്ഷേപമുണ്ടോ, കൽക്കരി നിക്ഷേപമുണ്ടോ, ലിഥിയം നിക്ഷേപമുണ്ടോ, കൊബാൾട്ട് നിക്ഷേപമുണ്ടോ എന്നൊക്കെ. ഭൂമിയെ വട്ടമിട്ട് പറക്കുന്ന ഒരുപാട് സ്പേസ് ജങ്കുകൾക്കിടയിൽ നിന്ന് പല സാറ്റലൈറ്റുകളും അവരുടെ റഡാർ ഇമേജിങ്ങിലൂടെ ഭൂമിയുടെ സർഫസിനെ അരിച്ചു പറക്കുന്നു. സീസ്മിക് ആക്ടിവിറ്റി പഠിച്ചതിന് ശേഷം ഭൂമിയിലെ ഡെപ്പോസിറ്റുകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന റഡാറുകളും ഗ്രൗണ്ട് പെനിട്രിങ് റഡാറുകളും ഡ്രില്ലിങ്ങുകളുമായിട്ട് മനുഷ്യൻ നെട്ടോട്ടോടുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെയും ഇത്തരത്തിലുള്ള ഒരു ദൗർലഭ്യം ബാധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് അനവധി വർഷങ്ങളായി. എന്നാൽ യൂറോപ്യൻ കമ്പനിയായിട്ടുള്ള സെർഡോക്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതുവരെയും മനുഷ്യനങ്ങനെ കാര്യമായിട്ട് തൊടാത്ത ഒരു ഭൂഖണ്ഡത്തിലേക്ക് ലക്ഷ്യം വയ്ക്കുകയായിരുന്നു: അന്റാർട്ടിക്ക. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരുപാട് ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ എന്ത് വന്നാലും അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തെ തുടരുതെന്നും അവിടുത്തെ മഞ്ഞിനെയും തണുപ്പിനെയും കാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് അവിടെ റിസർച്ചുകൾ നടത്തുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നും വ്യക്തമായ ഉടമ്പടികൾ ഉണ്ടായിരുന്നെങ്കിലും വൻകിട കുത്തകകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും മൗനാനുവാദത്തോടുകൂടി പല കമ്പനികളും അന്റാർട്ടിക്കയ്ക്കകത്തും ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു. അന്ന് ഇന്ത്യയിൽ നിന്ന് സെർഡോക്സ് എന്ന് പറയുന്ന ഒരു വലിയ കുത്തക കമ്പനിയായിട്ടുള്ള മൈനിങ് കമ്പനിയുടെ ഒരു ജോലി ലഭിച്ചുകൊണ്ടാണ് രേഖ വിമാനത്തിൽ അന്റാർട്ടിക്കയിലേക്ക് പറക്കുന്നത്. പ്രത്യേകം സജ്ജീകരിച്ച എയർപോർട്ടിൽ പറന്നിറങ്ങാൻ കഴിയുന്ന വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമേ അന്ന് അന്റാർട്ടിക്കയിലേക്ക് സർവീസ് നടത്തിയിരുന്നുള്ളൂ. അതും പ്രധാനമായിട്ട് ഇത്തരം വലിയ തോതിൽ പണമൊഴുക്കാൻ കഴിയുന്ന എക്കണോമിയുള്ള കമ്പനികൾ അവരുടെ വളരെ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകളെയും എംപ്ലോയീസിനെയും എത്തിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന എക്സ്ക്ലൂസീവ് എയർ സോണുകളായിരുന്നു അന്ന് അന്റാർട്ടിക്കയിൽ. 2035 മുതൽ തന്നെ പല രാജ്യങ്ങളും പല കമ്പനികളും അന്റാർട്ടിക്കയിൽ വൻതോതിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. വർഷങ്ങളായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പല ആളുകളും ഗവേഷണ സ്ഥാപനങ്ങളും അന്റാർട്ടിക്കയിലേക്ക് ചെല്ലുകയും അവിടെ പല സ്ഥലങ്ങളും ഡ്രില്ല് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് അന്റാർട്ടിക്കയുടെ കിലോമീറ്റർ കണക്കിന് കിടക്കുന്ന മഞ്ഞിനടിയിലെ കരപ്രദേശത്തിൽ എവിടെയെങ്കിലും പെട്രോളിയം, കൊബാൾട്ട്, ലിഥിയം തുടങ്ങിയ എലമെൻറ്റുകളുടെ നിക്ഷേപമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പല കമ്പനികളും ഇല്ലീഗലായിട്ടുള്ള ഡ്രില്ലിങ്ങുകളും പല കള്ളത്തരത്തിൻ്റെ പേരിലും പഠനമാണ് എന്നുള്ള പേരിലുമൊക്കെ തന്നെ അന്വേഷണങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അത്തരത്തിലുള്ള സെർഡോക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് വകമാറ്റുന്ന വിഭാഗത്തിലേക്കാണ് രേഖ എന്ന വിമാനത്തിൽ പറന്നിറങ്ങിയത്. ഒരു ഡ്രോൺ ദൃശ്യം നോക്കുകയാണെങ്കിൽ അന്ന് അന്റാർട്ടിക്കയുടെ തെക്ക് കിഴക്കൻ വിഭാഗത്തിലേക്ക് പറന്നു കഴിഞ്ഞാൽ അവിടെ സ്ലിംഗ് എന്ന് പറയുന്ന ഒരു ലേക്ക് അടങ്ങിയ ഒരു വലിയ ഐസ് ഷീറ്റ് ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം അന്റാർട്ടിക്കയുടെ ഉപരിതലത്തിൽ നിന്നും 3.5 കിലോമീറ്റർ മഞ്ഞ് തുരന്ന് അടിയിലേക്ക് ചെല്ലുമ്പോഴാണ് സ്ലിംഗ് എന്ന് പറയുന്ന ലേക്കിനെ കാണാൻ കഴിയുന്നത്. ഏകദേശം 25 കിലോമീറ്ററോളം നീളവും 5 കിലോമീറ്ററോളം വീതിയും 200 മീറ്ററോളം ആഴവുമുള്ള ഒരു സബ്ഗ്ലേഷ്യൻ ലേക്കാണ് സ്ലിംഗ്. ഇത്തരത്തിലുള്ളൊരു ലേക്ക് അന്റാർട്ടിക്കയുടെ അടിഭാഗത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വർഷങ്ങളായിട്ട് മനുഷ്യൻ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 3.5 കിലോമീറ്റർ ഐസ് ഷീറ്റ് വീണ് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 2 കോടി മുതൽ 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആ ഒരു ലേക്ക് പുറം ലോകം കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഭൂമിയുടെ വൻകരകൾ വിഭജിച്ച് അകന്നു പോയിട്ട് അന്റാർട്ടിക്ക ഇന്ന് കാണുന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് മഞ്ഞ് വീണ് തുടങ്ങിയതിന് ശേഷം ആ ലേക്കിൻ്റെ മുകളിലൂടെ വർഷങ്ങളായിട്ട് നടന്ന പ്രസിപ്പിറ്റേഷൻ്റെ ഫലമായി മഞ്ഞ് അട്ടിയിട്ട് മൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2031 ഒരു കൂട്ടം ഗവേഷകർ സ്ലിംഗ് എന്ന് പറയുന്ന ലേക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചത്. അതിനു മുമ്പ് വരെ അന്റാർട്ടിക്കയിൽ അറിയപ്പെട്ടിരുന്ന 625 ലേക്കുകളിൽ ഏറ്റവും വലിയ ലേക്കായിട്ടുള്ള വോസ്തോക്ക് എന്ന് പറയുന്ന ലേക്കിലായിരുന്നു ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടന്നത്. ഗവേഷകർ വോസ്തോക്കിലേക്ക് ഡ്രില്ല് ചെയ്യുകയും
അവിടെ നിന്ന് വെള്ളം ശേഖരിച്ചതിന് ശേഷം ആ വെള്ളത്തിലെ കണ്ടൻറ്റുകളെക്കുറിച്ച് പഠിക്കുകയും ചെയ്തപ്പോൾ പലതരത്തിലുള്ള DNA ജനറ്റിക് എലമെൻറ്റുകളും ബാക്ടീരിയകളുടെയും യൂക്കാരിയോട്ടുകളുടെയും ചെറിയ ചില തരത്തിലുള്ള വിചിത്രമായ സ്പീഷീസുകളെയും കണ്ടെത്തിയിരുന്നു. അപ്പോൾ തന്നെ വോസ്റ്റോക്കിലേക്ക് വലിയ തോതിലുള്ള പഠനം വ്യാപിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് സംഘടനകൾ മുന്നോട്ട് വന്നെങ്കിലും സെർഡോക്സ് എന്ന് പറയുന്ന യൂറോപ്യൻ കമ്പനിയുടെ ലക്ഷ്യം ഒരു ചെറിയ ലേക്കിലേക്കായിരുന്നു. ഈ 625 ലേക്കുകളിൽ അധികം വലിപ്പമില്ലാത്തതും എന്നാൽ അത്രത്തോളം ശ്രദ്ധിക്കാതെ പോയിട്ട് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് കമ്പനി തിരിച്ചറിയുകയും ചെയ്തൊരു ലേക്കായിരുന്നു സ്ലിംഗ്. സ്ലിങ്ങിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ ബിൽഡിങ്ങുകളുണ്ട്, താൽക്കാലികമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. അതിശക്തമായിട്ടുള്ള അന്റാർട്ടിക്കയുടെ മഞ്ഞിനെയും കാറ്റിനെയും അതിജീവിക്കാൻ കഴിയുന്ന ഇത്തരം ബിൽഡിങ്ങിനകത്താണ് സയൻറ്റിസ്റ്റുകളും ജിയോളജിസ്റ്റുകളൊക്കെ ഇരുന്നുകൊണ്ട് ഇവരുടെ ഗവേഷണ സാധ്യതകൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് ഒരു 200-300 മീറ്റർ മാറി ഒരു വലിയ തരത്തിലുള്ള വെള്ള ടവൽ കൊണ്ട് പൊതിഞ്ഞൊരു പ്രദേശം കാണാം. ഇത് അന്റാർട്ടിക്കയുടെ മഞ്ഞ് വീണുണ്ടായ ഒരു പ്രദേശമല്ല, പകരം അതൊരു വലിയ കൂടാരം പോലെ കെട്ടിമറച്ച, എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പെട്ടെന്ന് സാധിക്കാത്ത ഒരു ഉയർന്നു നിൽക്കുന്ന രൂപം. ആ രൂപത്തിൻ്റെ അടിഭാഗത്ത് ഗ്യാപ്പുണ്ട്. അപ്പോൾ മഞ്ഞിലൂടെ സഞ്ചരിക്കുന്ന വലിയ വാഹനങ്ങളും ആളുകളും ഒക്കെ തന്നെ ഈ ഒരു കൂടാരത്തിൻ്റെ അടിയിലേക്ക് നടക്കുന്നത് ഈ ഏരിയൽ വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ സെർഡോക്സ് എന്ന് പറയുന്ന കമ്പനി അവിടെ ചെയ്യുന്നത് ആദ്യം ഒരു ഡ്രില്ലിങ്ങിലൂടെ സ്ലിംഗ് എന്ന് പറയുന്ന ലേക്കിൻ്റെ അകത്തേക്ക് ആക്സസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഏകദേശം 50 സെൻറ്റിമീറ്റർ വ്യാസമുള്ള രീതിയിൽ 3.5 കിലോമീറ്റർ ആഴത്തിൽ മഞ്ഞ് തുരന്നിട്ട് സ്ലിംഗ് എന്ന് പറയുന്ന തടാകം അവിടെയുണ്ടോ എന്ന് കണ്ടെത്തലായിരുന്നു ആദ്യ സമയങ്ങളിൽ അവർ ചെയ്തത്. ശാസ്ത്രീയമായ പഠന ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു ലേക്കിന് ഡ്രില്ല് ചെയ്യുന്നത് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ വിശ്വസിപ്പിച്ചതിന് ശേഷമാണ് നിരന്തരം അനുസ്യൂതം എത്രത്തോളം എംപ്ലോയേഴ്സിനെ വേണമെങ്കിലും എത്രത്തോളം ഗവേഷകരെ വേണമെങ്കിലും അന്റാർട്ടിക്കയിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള പെർമിറ്റ് നേടുന്നത്. സ്ലിംഗിൽ നിന്ന് കളക്ട് ചെയ്ത വെള്ളത്തിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നും അതുകൊണ്ട് വലിയ ഗുണമില്ലെങ്കിലും ആ ഒരു തടാകത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില രീതിയിലുള്ള കണ്ടെത്തലുകൾ, അപൂർവമായ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കുമെന്നൊക്കെ അവർ അവകാശപ്പെട്ടെങ്കിലും സത്യത്തിൽ സ്ലിംഗിൻ്റെ വാട്ടറിൽ നിന്ന് കിട്ടിയ ജനറ്റിക് മെറ്റീരിയലുകളും പെട്രോളിയത്തിൻ്റെ അംശത്തെയും കുറിച്ച് അവർ പുറം ലോകത്തിനോട് മറച്ചു വയ്ക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ക്ലാസിഫൈഡ് ഡേറ്റ വായിച്ചിരുന്ന രേഖ സത്യത്തിൽ ആ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള കണ്ടെത്തൽ നടത്താൻ തനിക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ആ സംഘടനയിലേക്ക്, ആ കമ്പനിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ മൂടി? ഏകദേശം ഒരു 60 മീറ്റർ ഡയമീറ്റർ വരുന്ന വലിയൊരു സർക്കുലർ ഷേപ്പിലുള്ള മൂടിയെ വൻതോതിൽ ആഴത്തിൽ കുഴിച്ചിരിക്കുന്ന കൊളുത്തുകളിലാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. കൃത്യമായിട്ട് ഹെലികോപ്റ്ററുകളിൽ നിരീക്ഷണം നടത്തുകയും വൻതോതിൽ അന്റാർട്ടിക്കയിൽ കാറ്റടിക്കുന്ന സമയത്ത് അലാം മുഴങ്ങുകയും ചെയ്യുന്ന രീതിയിൽ കമ്പിവേലികൾ കൊണ്ട് കെട്ടിത്തിരിച്ച, ശരീരത്തിൽ ചൂടെത്താത്ത രീതിയിൽ ബഹിരാകാശത്ത് ആസ്ട്രോനട്ടുകൾ ഇടുന്നത് പോലെയുള്ള ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് അവിടെ ഗവേഷകർ നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗത്ത് നിരത്തി വച്ചിരിക്കുന്ന ഏകദേശം 1/2 കിലോമീറ്ററോളം നീളമുള്ള മതിലുകൾ പോലെയുള്ള കൂറ്റൻ രൂപങ്ങൾ കാണാം. അത് സത്യത്തിൽ അന്റാർട്ടിക്കയുടെ കാറ്റ് വീശുന്ന ദിശയിൽ തിരിച്ചു വച്ചിരിക്കുന്ന വലിയ കാറ്റാടിപ്പാടങ്ങളാണ്. സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും അന്റാർട്ടിക്കയിൽ വൈദ്യുതി ഉണ്ടാക്കുക സാധ്യമല്ല. കാരണം അന്റാർട്ടിക്കയിൽ നല്ല രീതിയിൽ വെയിലടിക്കില്ല എന്ന് മാത്രമല്ല, മഞ്ഞ് വീഴുന്നത് കൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള സോളാർ എനർജി കിട്ടുകയാണെങ്കിലും അതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് ഒരുപാട് നേരം ഉപയോഗിക്കാൻ കഴിയില്ല. രണ്ടാമത്തത് കാറ്റ് ഉപയോഗിക്കുക എന്നുള്ള പ്രത്യേകതയാണ്. അന്റാർട്ടിക്കയുടെ പ്രത്യേകതരം കാറ്റുകൾക്ക് ഏകദേശം 100 മുതൽ 200 km/h വേഗത്തിൽ വരെ ചലിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പ്രത്യേക തരത്തിൽ നിർമ്മിച്ചെടുത്ത വലിയ കൂറ്റൻ സീലിംഗ് ഫാനുകൾ പോലെ കാണപ്പെടുന്ന കവചങ്ങളുള്ള കാറ്റാടിപ്പാടങ്ങളാണ് അവിടെ നിരത്തി വച്ചിരിക്കുന്നത്. ഈ കാറ്റാടിപ്പാടങ്ങളിൽ ചിലപ്പോൾ മഞ്ഞൊക്കെ വന്ന് അടിച്ചു കഴിഞ്ഞാലും കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള മെയിൻ്റനൻസുകൾ നടക്കുന്നുണ്ട്. എങ്കിലും ഒരു 24-30 മണിക്കൂർ കൂടുമ്പോൾ ഇവയെല്ലാം കൃത്യമായ രീതിയിൽ ഇൻസ്പെക്റ്റ് ചെയ്തില്ല എങ്കിൽ ഒരു പരിധിയിലധികം മഞ്ഞ് വന്ന് വീണതിന് ശേഷം ഈ കാറ്റാടിപ്പാടങ്ങളുടെ പമ്പരം തകരുമെന്ന് ഗവേഷകർക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ രാവും പകലുമെന്നില്ലാതെ കിട്ടുന്ന കാറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ബിൽഡിങ് ചൂടാക്കി നിലനിർത്തുകയും ആ ഒരു 60 മീറ്ററോളം വലിപ്പം വരുന്ന വലിയ മൂടിയുടെ അടിയിൽ ഒരു വലിയ പ്രോസസ്സുമാണ് നടക്കുന്നത്. അപ്പോൾ ആ അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വലിയ വലിയ ഖനികൾ ഉണ്ടാക്കിയതുപോലെയുള്ള സർക്കുലർ ഷേപ്പിലെ ഒരു ഭീമൻ കിണറാണ്. ഈ കിണർ നേരെ പോകുന്നത് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് സ്ലിംഗ് എന്ന് പറയുന്ന സബ് ഗ്ലേഷ്യർ ലേക്കിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്.
മഞ്ഞായതുകൊണ്ട് തന്നെ പ്രത്യേകം രൂപീകരിച്ച എക്യുപ്മെൻറ്റുകളുടെ സഹായത്തോടു കൂടിയും വൻതോതിലുണ്ടാക്കിയ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഏരിയ ഹീറ്റ് ചെയ്തുകൊണ്ടും അവർ നിരന്തരം ഈ മഞ്ഞിനെ തോണ്ടി പുറത്തേക്ക് കളയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കിണർ പോലെ ചെയ്യുമ്പോൾ നമ്മൾ കിണറ്റിൽ ഉറ ഇറക്കുന്നത് പോലെ ഇതിൻ്റെ കോണുകളിലെല്ലാം തന്നെ തെർമൽ ഇൻസുലേഷൻ ഉള്ള തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മറയ്ക്കുന്നുണ്ട്. കാര്യം സൈഡിൽ നിന്നുകൊണ്ടുള്ളൊരു വെള്ളം ഉരുകിയിറങ്ങുന്നത് തടയാൻ ആവശ്യമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് അവർ ഈ വെല്ല് കുഴിക്കുമ്പോൾ, വലിയ കിണർ കുഴിക്കുമ്പോൾ അതിന് കവചം കൊടുത്തിരിക്കുന്നത്. പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് 3500 മീറ്റർ മുതൽ 4000 മീറ്റർ വരെ ആഴത്തിലുള്ള സ്ലിംഗ് എന്ന് പറയുന്ന തടാകത്തിൻ്റെ വെള്ളത്തിലേക്ക് അക്സസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വെള്ളത്തിലേക്ക് അക്സസ് ചെയ്യുക എന്ന് പറയുന്ന അത്രത്തോളം എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം അതിൻ്റെ അടിയിൽ എങ്ങനെയാണ് ഈ തടാകം ഇപ്പോഴും ജലരൂപത്തിൽ നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വരുന്ന തെർമൽ വെൻറ്റുകളാണ് നിരന്തരം ഈ ഒരു ലേക്കിൻ്റെ വെള്ളത്തിനെ മഞ്ഞായി പോകാതെ നിലനിർത്തുന്നത് എന്ന് ഗവേഷകർക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ആക്റ്റീവ് വോൾക്കാനോ പോലെ ലാവയുമായിട്ട് ടച്ചുള്ള ഒരു ഏരിയയാണ് കഴിഞ്ഞ 2 മുതൽ 5 കോടി വർഷങ്ങളായിട്ട് ആ ലേക്കിനെ അങ്ങനെ നിലനിർത്തുന്നത് എന്നുള്ളത് ഒരു രീതിയിൽ അപകടമാണ്. ലേക്കിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ പ്രഷർ വേരിയേഷൻ കൊണ്ട് ഭൂമിക്കടിയിൽ നിന്ന് ലാവ പുറത്തേക്ക് വരാനും അത് അന്റാർട്ടിക്കയെ മുഴുവൻ ബാധിക്കാനുമുള്ള സാധ്യതയുണ്ടെന്ന് കമ്പനിയിലെ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരും ഗവേഷകരുമൊക്കെ ഭയപ്പെടുമ്പോഴും ഈ തെർമൽ വെൻറ്റുകൾ വരുന്ന ഭാഗം സിംഗിൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായിട്ട് അടച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ ഭീഷണി നിലനിൽക്കുന്ന വിൻഡ് ടണലുകളെ അല്ലെങ്കിൽ വിൻഡ് മില്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വൈദ്യുതിയെ ഒഴിവാക്കിയതിന് ശേഷം അവിടെയുള്ള ഐസിനെ വെള്ളമാക്കി വെള്ളത്തിനെ തെർമൽ വെൻറ്റുകളിൽ നിന്ന് വരുന്ന ചൂട് നീരുറവുകളുടെ ചൂടിൻ്റെ സഹായത്തോടു കൂടി നീരാവിയാക്കി ജനറേറ്റർ ഉണ്ടാക്കി ആവശ്യത്തിന് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ എന്തിനാണ് ഏകദേശം 25-30 മീറ്റർ റേഡിയസ് ഉള്ള അല്ലെങ്കിൽ ഏകദേശം ഒരു 50 മീറ്ററോളം ഡയമീറ്ററുള്ള കൂറ്റനൊരു കിണർ അവർ സ്ലിംഗ് എന്ന് പറയുന്ന തടാകത്തിലേക്ക് കുഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നിലധികം ആവശ്യങ്ങളുണ്ട്. ലോകത്തിൽ കൽക്കരിയുടെയും പെട്രോളിയത്തിൻ്റെയും നിക്ഷേപം കുറഞ്ഞു വരികയും പലതരത്തിലുള്ള മൂലകങ്ങൾ മാക്സിമം പല ഭാഗത്തു നിന്ന് ഊറ്റിക്കഴിയുകയും ചെയ്തപ്പോൾ പിന്നീട് കണ്ടെത്തിയൊരു വിദ്യയാണ് അന്റാർട്ടിക്കയുടെ മഞ്ഞിനടിയിലുള്ള കരപ്രദേശത്തെ എവിടെയെങ്കിലും കൽക്കരി പെട്രോളിയം നിക്ഷേപങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് തിരിച്ചറിയുക എന്നുള്ളത്. അന്റാർട്ടിക്കയുടെ 99% പ്രദേശവും മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ടും ഇത്തരം ലേക്കുകളുള്ള ഏരിയയിലല്ലാതെ കുഴിച്ചു പോയി കഴിഞ്ഞാൽ ആ അത്രയും ആഴത്തിൽ ചെന്നിരുന്ന് കുഴിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ലേക്കുള്ള പ്രദേശം തപ്പി പോവുകയും ആ ലേക്കിനെ വറ്റിച്ചതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ബിൽഡിങ്ങുകൾ അണ്ടർ ഗ്ലേഷ്യറായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് എക്സ്പെഡിഷൻ നടത്തുക, എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും ഗ്ലേഷ്യറുകളുടെ അടിയിലേക്ക് കുഴിക്കാനുള്ള പദ്ധതി ഏറ്റെടുക്കുന്നത്. അന്നൊരു കമ്പനിക്ക് താങ്ങാവുന്ന ഏറ്റവും വലിയ തുകയിലാണ് പരമാവധി ഡ്രില്ലറുകളുടെ സഹായത്തോടു കൂടി ഇത് കുഴിക്കുന്നത്. ഏകദേശം 1.5 വർഷത്തോളം കുഴിച്ചതിന് ശേഷമാണ് അവർ 3 കിലോമീറ്റർ ആഴത്തിലെത്തിച്ചേരുന്നത്. ഓരോ തവണ കുഴിച്ച് അടിയിലേക്ക് പോകുമ്പോഴും അതിന് തെർമൽ ഷീൽഡിങ്ങുകൾ കൊടുക്കുകയും താഴേക്ക് ആളുകൾ പോകുന്നതിനാവശ്യമായിട്ടുള്ള ലിഫ്റ്റുകൾ, അതുപോലെ വായു സഞ്ചാരം ഉണ്ടാകുന്നതിനാവശ്യമായിട്ടുള്ള എയർ സർക്കുലേഷൻ സിസ്റ്റം, വൈദ്യുതി പൈപ്പ് വലിക്കൽ, കൃത്യമായ രീതിയിലുള്ള സീസ്മിക് ആക്ടിവിറ്റികൾ മനസ്സിലാക്കൽ, ഇതിന് പാരലായിട്ട് സ്ലിംഗ് എന്ന തടാകത്തിലേക്ക് ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായ എക്യുപ്മെൻറ്റുകൾ വിട്ടതിന് ശേഷം തടാകത്തിൻ്റെ സ്റ്റെബിലിറ്റിയും പ്രഷറും മനസ്സിലാക്കുന്നതിനുള്ള പരീക്ഷണങ്ങളും എല്ലാം തന്നെ അനുസ്യൂതം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേഖയ്ക്ക് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് കിട്ടിയൊരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഇവർ ഈ ലേക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ലേക്കിനെ വറ്റിച്ചതിന് ശേഷം, കുറേ ഭാഗം വറ്റിച്ചതിന് ശേഷം ഒന്നുകിൽ അണ്ടർ വാട്ടറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന വലിയ ക്യാബിനുകൾ അതിൻ്റെ ഉള്ളിലിറക്കി സെറ്റ് ചെയ്യുകയും ഈ ജിയോ തെർമൽ വെൻറ്റുകളെക്കുറിച്ചും ഈ ലേക്കിൻ്റെ അകത്തുള്ള ജീവജാലങ്ങളെക്കുറിച്ചും ആ അണ്ടർ വാട്ടർ ഏരിയയിൽ കാണപ്പെടാൻ സാധ്യതയുള്ള പെട്രോളിയം നിക്ഷേപത്തെയും മറ്റ് എലമെൻറ്റുകളുടെ നിക്ഷേപത്തെയും കുറിച്ച് പഠിക്കുന്ന ഒരു വർക്കിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 3-4 വർഷത്തിലധികമായി ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ ഇത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയും വളരെ രഹസ്യമായിട്ട് അവർക്ക് വേണ്ടിയുള്ള സ്യൂട്ടുകൾ കമ്പനി വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതായത് ഇതൊരു ദീർഘദൂരമായ പദ്ധതിയാണെന്ന് മാത്രമല്ല, മറ്റൊരു ഗ്രഹത്തിൽ പോകുമ്പോഴുണ്ടാകുന്ന വെല്ലുവിളിയേക്കാൾ കൂടുതൽ വെല്ലുവിളിയോടുകൂടി ചെയ്യേണ്ട ഒരു വർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയും കിലോമീറ്റർ ആഴത്തിൽ
ഐസ് പാളികളെ മുറിച്ച് ഒരു ദ്വാരമുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നതിൻ്റെ പാടും, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കിണർ അടഞ്ഞു പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ കഴിയാതെ എന്നേക്കുമായി അതിൻ്റെ ഉള്ളിൽ ഫ്രീസായി പോകും എന്നുള്ള സത്യവും ഒക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് സത്യത്തിൽ ഇത്രയും വലിയൊരു പദ്ധതിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഏരിയയിൽ സ്ലിംഗ് എന്ന് പറയുന്ന തടാകം നിൽക്കുന്ന പ്രദേശം താരതമ്യേന ഒരു ഉയർന്ന പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ ഉയരമുള്ള പ്രദേശത്ത് നിന്ന് അവലാഞ്ചികൾ, അതായത് മഞ്ഞിടിച്ചിലുകൾ ഉണ്ടായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു പദ്ധതി നടക്കുന്ന ഇവരുടെ ഏരിയയിൽ നിന്നും കുറച്ച് അകലെയായിട്ട് വലിയ ഹൈറ്റിൽ വൻതോതിലുള്ള മഞ്ഞിനെ തടയാൻ കഴിയുന്ന ഭീമാകാരന്മാരായിട്ടുള്ള മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ശക്തമായ രീതിയിലുള്ളൊരു ബേസ് അവിടെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ മഞ്ഞ് തുരന്നൊരു 3.5 കിലോമീറ്റർ ആഴത്തിലേക്കൊക്കെ പോയി കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലേക്കിൽ അക്സസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ അക്സസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ കമ്പനിയുടെ ഈ ഒരു ഡ്രില്ലിംഗ് പ്രോസസ്സ് അവസാന ഘട്ടത്തിലെത്തിയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രപ്പോസലുകൾ അവരുടെ മുന്നിലുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഡൈവർമാരുടെയും ഉപകരണങ്ങളുടെയും അൺമാൻഡ് മിഷനുകളുടെയും സഹായത്തോടു കൂടി എവിടെ നിന്നാണ് ജിയോ തെർമൽ വെൻറ്റിൽ നിന്ന് ചൂട് ഈ തടാകത്തിന് കിട്ടുന്നത് എന്ന് കണ്ടെത്തുക. അതിനുശേഷം ആ ജിയോ തെർമൽ വെൻറ്റിനെ തടയാനും ആ ചൂടിനെ റീഡയറക്റ്റ് ചെയ്ത് വെള്ളം ഉൾപ്പെടെ കരയിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു തടാകം തണുക്കാത്ത രീതിയിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് മാറ്റാനോ സാധിച്ചു കഴിഞ്ഞാൽ തടാകത്തിലെ വെള്ളത്തിന് ചൂട് കിട്ടുന്നത് കുറയും. അങ്ങനെ ചൂട് കിട്ടുന്നത് കുറയുന്നതിനനുസരിച്ച് വെള്ളം പൂർണ്ണമായി തണുത്തു പോകുന്നതിന് മുമ്പ് പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ വെള്ളം അടിച്ച് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അങ്ങനെ ഈ ഒരു തടാകത്തിൻ്റെ സർഫസ് ബ്രേക്ക് ചെയ്യുന്ന സമയമെത്തി. അപ്പോൾ രേഖയ്ക്ക് ഈ ഒരു തടാകത്തിൽ ആക്സസ് ചെയ്യുന്നത് വരെ വേറെ ജോലിയൊന്നുമില്ല. കൃത്യമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യുക, സീസ്മിക് ആക്ടിവിറ്റികളുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ പ്രത്യേകം ടീമുകളൊക്കെ തന്നെ ക്യാബിനിലുണ്ട്. സാധാരണ ഭൂമിയിൽ താമസിക്കുന്നത് പോലെയുള്ളൊരു ക്യാബിനാണ്. പക്ഷേ മറ്റ് കോണ്ടിനെൻറ്റുകളുടെ അവസ്ഥ അതല്ല. ആഫ്രിക്കയും ഏഷ്യയും ഒക്കെ തന്നെ വായുമലിനീകരണം കൊണ്ട് പൊറുതിമുട്ടുകയും വാട്ടർ ക്രൈസിസ് കൊണ്ടും എനർജി ക്രൈസിസ് കൊണ്ടും ജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്ത് തൊഴിലില്ലായ്മയും പട്ടിണിയും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കൂടുതൽ നിക്ഷേപങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരം മേഖലയിലേക്ക് കടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ 2040 ഒരു സെപ്റ്റംബർ മാസം 15-ാം തീയതി അവസാനത്തെ ഡ്രില്ലിംഗ് പ്രോസസ്സുകൾ പുരോഗമിക്കുന്നതിനിടയ്ക്ക് അവർക്ക് കൃത്യമായിട്ട് ഐസിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി കേവലം ഒരു 3 മുതൽ 8 മീറ്റർ ആഴത്തിലുള്ള അതികഠിനമായിട്ടുള്ള പാറ പോലെയുള്ള ഐസ് തുരന്നു വരികയാണെങ്കിൽ നേരെ ചെല്ലുന്നത് തടാകത്തിലേക്കാണ്. പണ്ട് മുത്തശ്ശി കഥകളിലും അർബൻ ലെജൻഡുകളിലും കേട്ടതുപോലെ, അല്ലെങ്കിൽ പണ്ടത്തെ കോൺസ്പിറസി തിയറികൾ പോലെ ഈ തടാകത്തിൽ ഏതെങ്കിലും ഒരു ഭീമാകാരനായിട്ടുള്ള ജീവിയുണ്ട് എങ്കിൽ അടിച്ചു കയറി തങ്ങളെ ആക്രമിക്കും എന്നുള്ള ഭയമൊക്കെ തമാശയിൽ അവരോട് ഇരുന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ആരും തള്ളിക്കളഞ്ഞിരുന്നില്ല. അവസാനത്തെ ഒരു 5 മീറ്റർ 3 മുതൽ 5 മീറ്റർ ആഴം കുഴിക്കുക നേരിട്ട് മനുഷ്യർ ഇറങ്ങിയുള്ള ഡ്രില്ലിംഗ് ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയല്ല എന്ന് മുന്നേ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു. കാര്യം അത് കുഴിക്കുന്നവരുടെ സേഫ്റ്റിയും ഇത്രയും ആഴത്തിൽ ഉപകരണങ്ങൾ കൊണ്ടുവച്ചുണ്ടാകുന്ന അപകടവും മറികടക്കുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിൽ കൺട്രോൾഡ് എക്സ്പ്ലോഷൻ നടത്തുകയും അപകടകരമല്ലാത്ത വസ്തുക്കളെ പുറത്തുവിടുന്ന രീതിയിലുള്ള ഒരു ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജൻ്റെ സഹായത്തോടു കൂടി കത്തിച്ചുണ്ടാവുന്ന അതിശക്തമായ ചൂടിൽ മഞ്ഞുരുക്കി കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ആ ഒരു ഓപ്പണിങ് അടയാത്ത രീതിയിൽ അവസാനത്തെ മഞ്ഞ് ഭാഗം വെട്ടിയിറക്കാൻ അല്ലെങ്കിൽ കത്തിച്ചുരുക്കി ഇറക്കാനുള്ള പദ്ധതികളാണ് അന്ന് 15-ാം തീയതി പുരോഗമിച്ചത്. എല്ലാവരെയും ക്യാബിനിലേക്ക് വിളിച്ചതിന് ശേഷം ഏറ്റവും സുരക്ഷിതമായ ദൂരത്ത് പോയിരുന്നിട്ട് തങ്ങൾ പൂർത്തിയാക്കിയ 3.5 കിലോമീറ്റർ ആഴമുള്ള കിണറിൻ്റെ അവസാന ഭാഗത്തിലെ മഞ്ഞുരുക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളെ കൃത്യമായി സെറ്റ് ചെയ്തിട്ട് ഒരു സമയം റിമോട്ട് ചെയർമാൻ അമർത്തുമ്പോൾ ഇത് ആദ്യമായി ഒരു വലിയ ഓപ്പണിംഗ് സ്ലിംഗ് എന്ന് പറയുന്ന തടാകത്തിലേക്ക് തുറക്കും. മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതപൂർവമായ സംഭവമാണത്. പല രാജ്യങ്ങളും ഇത്രത്തോളം പോലും ആഴമില്ലാത്ത പല അന്റാർട്ടിക്കൻ ലേക്കുകളിലേക്കും ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയും എന്നാൽ ഈ ലേക്കുകൾക്ക് മുകളിൽ കാണപ്പെടുന്ന മഞ്ഞുപാളികളുടെ കട്ടിക്കുറവ് മൂലം പകുതി ഡ്രില്ല് ചെയ്യുമ്പോൾ തന്നെ കാഷ്വാലിറ്റീസും മറ്റും ഉണ്ടായി ഈ മഞ്ഞിടിഞ്ഞ് വീഴുകയും ചെയ്യുന്നൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉയർന്ന ഭാഗത്തു നിന്ന് വരുന്ന വലിയ തോതിലുള്ള അവലാഞ്ചികളും മഞ്ഞിൻ്റെ കാറ്റും മഞ്ഞ് നിറഞ്ഞ കാറ്റുമൊക്കെ തന്നെ ഇവരുടെ ഓപ്പണിങ്ങിനെയും ക്യാബിനെയൊക്കെ ബാധിക്കുകയും ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ തിരഞ്ഞെടുത്ത സ്ഥലവും ആ കൃത്യമായ സ്ഥലത്ത് ആഴത്തിലുള്ള തടാകവും തടാകത്തിൻ്റെ പോസിബിലിറ്റിയും കാറ്റ് കിട്ടാനുള്ള സാധ്യതയും മഞ്ഞിടിയാനുള്ള സാധ്യത കുറവും കൃത്യമായിട്ട് വാഹനങ്ങൾ ഇറക്കാൻ പറ്റുന്ന പ്രത്യേകം സജ്ജീകരിച്ച അന്റാർട്ടിക്കൻ
എയർപോർട്ടും അതിൻ്റെ റൺവേയും ഒക്കെ ആയപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പര്യവേഷണം നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമായിട്ട് അന്റാർട്ടിക്കയെ മനസ്സിലാക്കാൻ സെർഡോക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് സാധിച്ചു. അങ്ങനെ സ്വിച്ച് അമർത്തി കൃത്യമായി അവർ പ്ലാൻ ചെയ്തതുപോലെ 3.5 കിലോമീറ്റർ ആഴത്തിലെ 3 മീറ്റർ മുതൽ 5 മീറ്റർ വരെ വീതി വരുന്ന ഭീമാകാരനായിട്ടുള്ള ഐസ് ഷീറ്റുകളെ പൊട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഏകദേശം വെള്ളം അതിശക്തമായ ഘോര ശബ്ദത്തോടെ ചീറിയടിക്കാൻ തുടങ്ങി. ഏകദേശം 4 കോടി 5 കോടി വർഷം പഴക്കമുള്ള ഭൂമിയുടെ ഉപരിതലം കണ്ടിട്ടില്ലാത്ത ആ ചൂട് നിറഞ്ഞ മഞ്ഞിനടിയിലെ വെള്ളം അവിടെ എത്രയും നാൾ ഉണ്ടായിരുന്ന പ്രഷറിനെയും ഭേദിച്ചുകൊണ്ട് ഈ ഓപ്പണിങ്ങിലൂടെ അതിശക്തമായിട്ട് പുറത്തോട്ട് തെറിച്ചു. ഇങ്ങനെയൊരു പ്രതിഭാസം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് കൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഏകദേശം ഈ 3.5 കിലോമീറ്ററിൽ ഒരു 1.5 കിലോമീറ്റർ ആഴത്തിൽ മാത്രമേ തെർമൽ ഷീൽഡിങ്ങും മറ്റു ഉപകരണങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിരുന്നുള്ളൂ. അതിന് തൊട്ട് താഴെ വരുന്ന കിലോമീറ്റർ കണക്കിന് പ്രദേശം എന്തായാലും ഫ്ലഡഡ് ആകുമെന്നും ഇവർ തടാകത്തിലേക്ക് ആക്സസ് ചെയ്യാൻ കുഴിച്ച ആ ഒരു ടണലിൻ്റെ പകുതിയോളം വെള്ളത്തിൽ മുങ്ങുമെന്നും മുൻകൂട്ടി ഒരു അറിവുണ്ടായിരുന്നു. എന്നാൽ ഈ സ്ലിംഗിൻ തടാകത്തിൽ നിന്നും അതിശക്തമായി പുറത്തോട്ട് വമിച്ച വെള്ളം അവരാകെ കുഴിച്ച ആഴത്തിൻ്റെ ഏകദേശം 1 മുതൽ 1.5 കിലോമീറ്റർ മുകളിൽ വന്നിട്ട് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ സൈഡിൽ നിന്ന് ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 2-2.5 കിലോമീറ്ററോളം ആഴത്തിൽ വെള്ളമില്ല. അത് കഴിഞ്ഞ് പിന്നെ വെള്ളത്തിലൂടെ മാത്രമേ സ്ലിംഗ് എന്ന് പറയുന്ന തടാകത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും. രേഖയ്ക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്രൂ മെമ്പേഴ്സിനും കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും സന്തോഷമായി. ചരിത്രത്തിൽ ആദ്യമായി സുരക്ഷിതമായ ഓപ്പണിങ്ങോടുകൂടി അത്യാവശ്യം ഒരു 37 മീറ്റർ ഉയരമുള്ള മുങ്ങിക്കപ്പലിനെ വെർട്ടിക്കലി ഇറക്കാൻ കഴിയുന്ന രീതിയിലുള്ള കൂറ്റൻ കിണറിനെയാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ ഇതുവരെയും എത്തിപ്പെട്ടിട്ടില്ലാത്ത, മനുഷ്യനെന്ന് പറയുന്ന ജീവാംശം പോലും ഉടലെടുത്തിട്ടില്ലാത്ത കാലഘട്ടത്തിൽ രൂപപ്പെട്ട വെള്ളവും ആ വെള്ളത്തിൽ പരിണമിച്ച ജീവജാലങ്ങളും അവരുടെ ജനിതക സാങ്കേതിക വിദ്യയും മാത്രമല്ല, പണ്ട് അന്റാർട്ടിക്ക ഒരു ഘോര വനമായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന മരങ്ങളുടെയും ജീവജാലങ്ങളുടെയും അവശിഷ്ടവും അതിൻ്റെ അടിയിൽ ടാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന പെട്രോളിയവും ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകളെ അറിയിക്കാതെ മറച്ചു വെച്ചിരുന്ന പല മിഷനുകളും ഉദ്ദേശിച്ചുകൊണ്ടുള്ള അവരുടെ ആ ഒരു സ്ലിംഗ് തടാകത്തെ കൺട്രോൾ ചെയ്യാനുള്ള പരീക്ഷണത്തിൻ്റെ ആദ്യ ഭാഗം വിജയിച്ചിരിക്കുന്നു. ഇനി വേണ്ടത് വെള്ളം പമ്പ് ചെയ്ത് കളയുക. പമ്പ് ചെയ്ത് താഴോട്ട് പോകുന്നതിനനുസരിച്ച് വീണ്ടും തടാകത്തിൻ്റെ മഞ്ഞുരുകി ഈ വെള്ളം മുകളിലേക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടി ജിയോ തെർമൽ വെൻറ്റുകളെ കണ്ടെത്തി ഓപ്പണിംഗ് അടച്ചിട്ടതിനെ നിയന്ത്രിക്കുക. അങ്ങനെ സാധ്യമാണെങ്കിൽ കൃത്യമായിട്ട് വെള്ളം പമ്പ് ചെയ്തതിന് ശേഷം തടാകത്തിൻ്റെ പരമാവധി വെള്ളം വറ്റിച്ചിട്ട് ഈ കിലോമീറ്റർ കണക്കിന് അടിയുള്ള ഐസ് ഷീറ്റിൽ ഒരു വലിയ പ്രദേശം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശലക്ഷ്യം. അതിന് വേണ്ടി വരിക അന്നത്തെ കാലത്തെ ഏറ്റവും ശക്തമായ രീതിയിൽ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്ന മോട്ടോറുകളാണ്. 1 അല്ല 2 അല്ല, അതുപോലത്തെ 100 കണക്കിന് മോട്ടോറുകൾ സെക്കൻഡിൽ 1000 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഏകദേശം 2 കിലോമീറ്റർ ആഴത്തിൽ നിന്ന് വരുന്ന വെള്ളത്തെ പമ്പ് ചെയ്യണം. ഈ 2 കിലോമീറ്റർ ആഴത്തിൽ നിന്ന് അല്ലെങ്കിൽ ആഴത്തോളം ചെന്നിട്ട് പിന്നെ എത്തിപ്പെടുന്ന വെള്ളത്തെ പമ്പ് ചെയ്യണമെങ്കിൽ ഏകദേശം 3-3.5 കിലോമീറ്റർ ആഴത്തിൽ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്ന ടെക്നോളജി വേണം. ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രഷർ വന്ന് അടിച്ചതുകൊണ്ട് വെള്ളം പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഓപ്പണിങ്ങിൽ നിന്നും വെള്ളം കുറയും തോറും പമ്പ് സെറ്റിൻ്റെ പവർ കൂട്ടി കൊണ്ടുവരണം. ആകെ തെർമൽ ഷീറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോമീറ്റർ താഴെ വരെ മാത്രമാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്നോളം ഈ ഏറ്റവും അടിഭാഗത്തുള്ള ഈ ലിഫ്റ്റും കേബിളുകളും ഒക്കെ വലിച്ചിട്ട് തെർമൽ ഷീറ്റ് കൊടുത്തിരിക്കുന്ന പ്രദേശത്തുള്ള ചെറിയ ക്യാബിനുകളിൽ അതിശക്തമായിട്ടുള്ള പമ്പ് സെറ്റുകൾ ഘടിപ്പിക്കുന്നു. ആ പമ്പ് സെറ്റുകൾ ഏകദേശം ഒരു 500 മീറ്ററോളം വെള്ളം അടിച്ച് കയറ്റുമ്പോൾ ആ വെള്ളത്തെ കുറച്ച് മുകളിൽ വെച്ചിരിക്കുന്ന 500 മീറ്റർ മുകളിൽ വെച്ചിരിക്കുന്ന സെക്കൻഡറി പമ്പിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഓരോ 500 മീറ്ററുകളിലും ഈ വെള്ളം മുകളിലേക്ക് വലിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വെള്ളം കളയാനുള്ള സവിശേഷമായ ടെക്നോളജിയുടെ ഇൻസ്റ്റലേഷനും അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് നാളെടുത്ത് ആ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും ഉപരിതലത്തിൽ എത്താറാകുമ്പോൾ, ഏകദേശം കരയോട് ചേർന്ന പ്രദേശത്തിൽ എത്താറാകുമ്പോൾ ഈ വെള്ളത്തിനുണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ചുള്ള പഠനം നടന്നത്. അതായത് അതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന വെള്ളം ചൂട് നീരുറവകളുടെ സഹായത്തോടു കൂടി ലിക്വിഡ് ഫോമിലാണ് നിൽക്കുന്നതെങ്കിലും കരയിലേക്ക് വരുന്തോറും ചൂട് നഷ്ടപ്പെടുകയും അതിശക്തമായിട്ടുള്ള തണുപ്പിൽ പമ്പ് സെറ്റിൻ്റെ പൈപ്പിനകത്തിരുന്ന് തന്നെ ഐസായി പോകാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കരയിലെത്തിക്കഴിഞ്ഞും ഏകദേശം ഒരു അരമണിക്കൂറോളം ലിക്വിഡ് ഫോമിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രത്യേക തരത്തിൽ വികസിപ്പിച്ചെടുത്ത റിയേജൻറ്റുകളെ ആവശ്യമുണ്ടായിരുന്നു. പ്രത്യേകം കെമിക്കലുകളാണ്. അപ്പോൾ ഈ പമ്പ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ വെള്ളത്തിനെ ഒരു സ്ഥലത്ത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുകയും അവിടേക്ക് ടൺ കണക്കിന് പ്രത്യേകമായി നിർമ്മിച്ചെടുത്ത റിയേജൻറ്റുകളിൽ വെള്ളം കലക്കിയതിന് ശേഷം
വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിൻറ്റിനെ വീണ്ടും കുറച്ച് ഒരു -30°C എത്തിയാൽ പോലും അതൊരു ഖരരൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സോളിഡ് രൂപത്തിലേക്ക് മാറാത്ത രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യുകയും കരയിൽ നിന്നും മലമുകളിൽ പോലത്തെ ഭാഗത്താണ് ഇവരുടെ സ്റ്റേഷൻ ഇരിക്കുന്നത് കൊണ്ട് താഴ്ഭാഗത്തേക്ക് ഇത് അടിച്ചു കളയുകയും ചെയ്യും. ഇങ്ങനെ അടിച്ചു കളഞ്ഞ വെള്ളം 1000 ലിറ്റർ/സെക്കൻഡ് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വരുമ്പോൾ ഇത് ഏകദേശം പുറത്ത് വന്നിട്ട് പിന്നെയും ഒരു 15 മിനിറ്റോളം ലിക്വിഡ് രൂപത്തിൽ തന്നെ അന്റാർട്ടിക്കയിലൂടെ ഇങ്ങനെ ഒഴുകി അവിടെ മഞ്ഞിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു പ്രത്യേകതരം പുഴ തന്നെ രൂപപ്പെടാൻ തുടങ്ങി. അതായത് അന്റാർട്ടിക്കയുടെ ഇവരുടെ ഗവേഷണ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് പമ്പ് സെറ്റിൽ പുറത്തടിച്ചു കളയുന്ന വെള്ളം ആ മഞ്ഞിനിടയിലൂടെ അരമണിക്കൂർ കൂടുതൽ എന്തായാലും അത് കട്ട പിടിക്കാതിരിക്കുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം അതങ്ങനെ ഒഴുകി ഒരു പ്രത്യേകം വാലിയിൽ എത്തിച്ചേരുമ്പോൾ അത് ഐസായിട്ട് പെട്ടെന്ന് കൺവെർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒഴുകിയെത്തുന്ന സാധനം കൺവെർട്ട് ചെയ്ത് ഐസായി മാറും. അങ്ങനെ ഇതിനകത്തുള്ള വെള്ളത്തെ മുഴുവൻ അടിച്ചു മാറ്റി ആ ഒരു ഓപ്പണിങ് മാത്രം തുറന്നു വരാൻ ഏകദേശം 30 മുതൽ 40 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, എക്സാക്ട്ലി പറഞ്ഞാൽ 40 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 1000 ലിറ്റർ/സെക്കൻഡ് വെള്ളത്തെ പുറത്തേക്ക് അടിച്ചു കളയുന്ന പമ്പിനെയും വെള്ളം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രതിഭാസത്തെ തടയുന്ന അല്ലെങ്കിൽ വെള്ളം കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്ന കെമിക്കലിൻ്റെയും ആവശ്യമുണ്ട്. അപ്പോൾ കെമിക്കലുകളൊക്കെ കൃത്യം പ്രത്യേകതരം ഹെലികോപ്റ്ററുകളിൽ ഇവരുടെ ബേസിൽ എത്തുന്നുണ്ട്. വലിയ കാർഗോ പ്ലെയിനുകളിൽ 10 കണക്കിന് റിയേജൻറ്റുകൾ അല്ലെങ്കിൽ ആ ഒരു കെമിക്കലുകൾ എത്തിച്ചേരുന്നുണ്ട്. അത് ലോഡ് ചെയ്യുന്നുണ്ട്, അത് വെള്ളത്തിൽ കലക്കുന്നു. ഇങ്ങനെ ഏകദേശം ഒരു മാസത്തിലധികം എടുത്തുകൊണ്ട് ഈ തടാകത്തിൻ്റെ ഓപ്പണിംഗ് മുഴുവൻ ഏറെക്കുറെ അവർ വെള്ളം അടിച്ചു കളഞ്ഞ് ശരിയാക്കി. ഇതിനിടയ്ക്ക് തന്നെ വെള്ളം ഫ്രീസാകാനുള്ള സാധ്യതയൊക്കെ തന്നെ തടയുന്നതിനുള്ള പ്രത്യേകം ഹീറ്റിംഗ് സിസ്റ്റമൊക്കെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ സൈഡിൽ സ്ഥാപിച്ച് ഇറക്കിയായിരുന്നു ഇവർ പോയത് എന്നുള്ളതുകൊണ്ട് അധികം ഐസുമായിട്ട് ടച്ച് ചെയ്ത പ്രദേശത്തെ വെള്ളത്തെ ഇതിന് ഖരമാക്കി മാറ്റാൻ സാധിച്ചില്ല. ഇനി വേണ്ടത് ഈ തടാകത്തെ എന്താണ് ലിക്വിഡ് ഫോമിൽ നിലനിർത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനമായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച ഹൈ പ്രഷർ സബ് ഗ്ലേഷ്യർ ലേക്കുകളിൽ പോകാൻ കഴിയുന്ന അത്യാധുനികമായിട്ടുള്ള, അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ തടാകത്തിൻ്റെ 25 കിലോമീറ്റർ നീളവും 5 കിലോമീറ്റർ വീതിയും 200 മീറ്റർ ആഴവുമുള്ള പ്രദേശത്തിൻ്റെ അടിഭാഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി സബ്മറൈനുകൾ ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള 3 സബ്മറൈനുകൾ പണിയാനുള്ള ഓർഡറാണ് കമ്പനി പ്രധാനമായിട്ടും കൊടുത്തിരുന്നത്. ക്ലാപ്രോൺ സീരീസിൽപ്പെട്ട 1, 2, 3 സബ്മറൈനുകളിൽ ഒന്നാമത്തെ സബ്മറൈൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. പ്രത്യേകം സജ്ജീകരിച്ച ക്രെയിനുകളുടെ സഹായത്തോടുകൂടി ഇതിൻ്റെ അരികിലൊന്നും തട്ടാത്ത രീതിയിൽ വെർട്ടിക്കലി ആ ഒരു സബ്മറൈനെ ലേക്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുക. അതിനുശേഷം അതിൻ്റെ 360 ക്യാമറകളുടെ സഹായത്തോടു കൂടിയും പ്രത്യേക തരത്തിലുള്ള അത്യാധുനികമായിട്ടുള്ള ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടിയും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ജിയോ തെർമൽ വെൻറ്റുകൾ വരുന്നതെന്നും തടാകത്തെ ഒരു ലിക്വിഡ് ഫോമിലേക്ക് നിലനിർത്തുന്നത് എന്നും മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പോൾ ഇതൊരു അൺമാൻഡ് ആയിട്ടുള്ള ഒരു സബ്മറൈനായിട്ട് കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന സബ്മറൈനാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ കണ്ടീഷൻ അറിയാൻ പറ്റില്ല. ഏത് തരത്തിലുള്ള കണ്ടീഷനാണ്, മനുഷ്യൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, കുടുങ്ങിപ്പോകുമോ, മഞ്ഞിനടിയിൽ നിന്ന് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി ഇവാക്യുവേഷൻ്റെ ആവശ്യം വന്നാൽ എങ്ങനെ കരയിലേക്ക് വരും തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മനുഷ്യനില്ലാത്ത ഒരു സബ്മറൈൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പഠനത്തിന് വേണ്ടി ഇതിനെ വെർട്ടിക്കലി താഴോട്ട് ഇറക്കുന്നത്. അങ്ങനെ പതിയെ ഏകദേശം 1 മണിക്കൂറിലധികം സമയമെടുത്തുകൊണ്ടാണ് സബ്മറൈനെ കെട്ടിത്തൂക്കി സ്ലിംഗ് എന്ന് പറയുന്ന തടാകത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുന്നത്. കൃത്യമായിട്ടുള്ള കാഴ്ചയൊന്നും ലഭ്യമല്ലാത്ത അത്രത്തോളം ഇരുട്ട് നിറഞ്ഞൊരു പ്രദേശം. നമുക്കറിയാം, മഞ്ഞിനകത്ത് കുഴിച്ചു കഴിഞ്ഞാലും ഒരു പരിധിയിലധികം പ്രകാശം കടന്നു ചെല്ലില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും പ്രത്യേകം സജ്ജീകരിച്ച ലൈറ്റുകൾ ഉണ്ടെങ്കിലും തടാകത്തിനകത്തുള്ള ഒരു കാര്യവും കാണാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ക്ലാപ്രോൺസ് 1 എന്നറിയപ്പെടുന്ന ഈ ഒരു സബ്മറൈൻ്റെ അത്യാധുനികമായിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിനടിയിലൂടെ ദൂരക്കാഴ്ച കിട്ടുന്ന രീതിയിൽ അവർ വളരെ വ്യക്തമായിട്ട് ആ സബ്മറൈൻ അതിനകത്ത് എക്സ്പ്ലോറേഷൻ നടത്താൻ ആരംഭിച്ചു. അങ്ങനെ പലതരത്തിലുള്ള ജീവജാലങ്ങളും നീന്തി കളിക്കുന്ന ഒരു ലേക്കായിട്ടാണ് കണ്ടത്. ലോകത്ത് ഇതുവരെയും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത, ആഴക്കടലിൽ മാത്രം കാണപ്പെടുന്ന വൈവിധ്യമാർന്ന ജീവികളേക്കാൾ തിളങ്ങുന്ന തരത്തിലുള്ള ശരീരപ്രകൃതവും സ്വഭാവവും അത്യാധുനികമായിട്ടുള്ള രീതിയിൽ ഇവല്യൂഷൻ സംഭവിച്ച ചിറകുകളുമുള്ള പല ജീവികളെയും, ജെല്ലി ഫിഷിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കൂട്ടങ്ങളെയും അവർ കണ്ടു. അവതാർ സിനിമയിൽ കാണുന്ന മറ്റൊരു ഗ്രഹത്തിലെ വൈവിധ്യമാർന്ന ജീവികളെപ്പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളായിരുന്നു ആ തടാകത്തിലൂടെ
നീന്തി കളിച്ചിരുന്നത് എന്നുള്ള വിഷ്വൽ കണ്ടപ്പോൾ രേഖയ്ക്കും ആ ടീമിനും ഉണ്ടായതൊരു സന്തോഷം ചില്ലറയായിരുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ച് ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള എക്സ്പെർട്ടിനെയും കമ്പനി സത്യത്തിൽ അവിടുത്തെ ബേസിൽ എത്തിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ സാമ്പിൾ കളക്ട് ചെയ്ത് കരയിലേക്ക് കൊണ്ടുവന്നിട്ട് പുറം ലോകത്തെ കാണിക്കണമെന്നുള്ളൊരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. എന്നാൽ തങ്ങളുടെ ലക്ഷ്യം അതല്ല എന്നും ഇത്തരത്തിൽ വൈവിധ്യമാർന്ന രീതിയിലുള്ള ജീവജാലങ്ങളുള്ളൊരു തടാകത്തിലേക്ക് ഇത്രയും വലിയ ഓപ്പണിങ്ങിലൂടെ മുങ്ങിക്കപ്പലിനെ ഇറക്കിയെന്നും ഈ മുങ്ങിക്കപ്പലുകൾ എടുക്കുന്ന ചിത്രത്തിലൂടെ ഇത്തരം ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട് എന്നും പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ സംഘടനകളും രാജ്യങ്ങളും മുൻകൈ എടുത്തുകൊണ്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നും ഒക്കെ പറയും. അതുകൊണ്ട് തന്നെ ഇവരുടെ ലക്ഷ്യം നടക്കില്ല. കാര്യം ഈ വെള്ളം മുഴുവൻ അടിച്ചു കളഞ്ഞിട്ട് തടാകത്തിനെ എംറ്റി ആക്കി ആ ഏരിയയിൽ അവർക്ക് എക്സ്പ്ലോറേഷൻ നടത്തുക എന്നുള്ള പ്രാഥമിക ലക്ഷ്യത്തിലാണ് ഇവർ സത്യത്തിൽ അന്റാർട്ടിക്കയിൽ ഇത്രയും വലിയൊരു കുഴി കുഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു ക്ലാസിഫൈഡ് ആയിട്ടുള്ള വിഷ്വൽസ് ആക്കി സൂക്ഷിക്കുക. വേണമെങ്കിൽ ജീവജാലങ്ങളുടെ സാമ്പിൾ എടുത്തിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു കണ്ടീഷൻ സൃഷ്ടിച്ചതിന് ശേഷം അതിൽ താമസിപ്പിച്ച് ഇവയെ പ്രിസർവ് ചെയ്യാം എന്ന് കമ്പനിയുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു ഫണ്ടും അലോക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷേ സത്യത്തിൽ അതിൻ്റെ ഉള്ളിൽ സബ്മറൈൻ കണ്ട രൂപങ്ങൾ അല്ലെങ്കിൽ ജീവികളെന്ന് പറയുന്നത് അതിവിശാലവും ഭീകരവും അത്യാധുനികമായിട്ടുള്ള ആ ഉപകരണത്തിൻ്റെ അത്രത്തോളം വലിപ്പമുള്ള പല ജീവികളെയും അതിനകത്ത് കണ്ടു. പക്ഷേ ഇതൊന്നും ആ സബ്മറൈനെ ആക്രമിച്ചില്ല എന്ന് മാത്രമല്ല, ഇത്രയും അടിഭാഗത്ത് പരിണമിച്ചത് മറ്റൊരു ജീവലോകത്തിൻ്റെ വ്യത്യസ്തമായൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് കാണാൻ കഴിഞ്ഞത്. പവിഴപ്പുറ്റുകൾക്ക് സമാനമായിട്ടുള്ള രൂപങ്ങളും ഒക്കെ തന്നെ ഈ മഞ്ഞിനടിയിൽ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത് അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ തടാകത്തിൻ്റെ ഏറ്റവും അടിഭാഗം മഞ്ഞല്ല എന്നും കടലിൻ്റെ ഏറ്റവും അടിത്തട്ട് കാണപ്പെടുന്നത് പോലെയുള്ള മണ്ണാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചത്. അങ്ങനെ ഈ പലതരത്തിലുള്ള കുമിളകൾ വരുന്ന സ്ഥലത്തെ ടാർഗറ്റ് ചെയ്ത് പോയതിന് ശേഷം ഈ ക്ലാപ്രോൺ 1 സീരീസിൽപ്പെടുന്ന മുങ്ങിക്കപ്പൽ ഒരു ജിയോ തെർമൽ വെൻറ്റ് കണ്ടെത്തി. അതിൻ്റെ ടെമ്പറേച്ചർ സെൻസറിൽ വളരെ ശക്തമായ രീതിയിലുള്ള ചൂട് പുറത്തേക്ക് വരുന്ന ഒരു സോഴ്സായിട്ടാണ് അതിനെ കണക്കാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ സോഴ്സിൻ്റെ അടുത്തേക്ക് വരുന്തോറും ആ ഏരിയയിലുള്ള ജലാശയത്തിൻ്റെ ചൂട് വളരെ കൂടുതലും അവിടുത്തെ തടാകത്തിന് ഹൈറ്റ് കൂടുതലുമാണ്. ഈ ചൂട് പിന്നെ കണ്ടക്ട് ചെയ്ത് വളരെ വിദൂരതയിലേക്ക് പോയതിന് ശേഷമാണ് ആ തടാകത്തിന് മുഴുവൻ ഒരു വാം എഫക്റ്റ് കിട്ടുകയും ഈ മഞ്ഞിനടിയിലും ലിക്വിഡ് രൂപത്തിൽ തടാകം നിലനിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മഞ്ഞിനടിയിലെ തടാകത്തിന് ഒരു പ്രത്യേക ഡയറക്ഷനിലുള്ള ഒരു വാട്ടർ ഫ്ലോ ഉണ്ടായിരുന്നു. ചൂട് ഭാഗത്ത് നിന്ന് തണുത്ത ഭാഗത്തേക്ക് വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയും ഈ സർക്കുലേഷൻ അനുസരിച്ചുകൊണ്ട് പർട്ടിക്കുലർ ജീവജാലങ്ങൾ ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ടെമ്പറേച്ചറിൽ ജീവിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ക്ലോസ്ഡ് എക്കോസിസ്റ്റം ഉണ്ടാവുക, ഈ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചൂട് ആ ജിയോ തെർമൽ വെൻറ്റ് കൊടുക്കുക. അതിനകത്ത് തറയിൽ മണ്ണുള്ളത് കൊണ്ട് തന്നെ ആ മണ്ണിൻ്റെ ധാതു മിശ്രിതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളർന്നു വരുന്ന പ്രത്യേകതരം സസ്യങ്ങളെയും മറ്റും ഭക്ഷിക്കുന്ന ജീവജാലങ്ങൾ, അവയെ തിന്നുന്ന വലിയ ജീവജാലങ്ങൾ, അങ്ങനെ ഒരു എക്കോസിസ്റ്റം തന്നെ അതിനകത്ത് രൂപപ്പെട്ടിരുന്നു. കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് സൂര്യപ്രകാശമാണ് ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സെങ്കിൽ ചൂടും ഊർജ്ജവും കൊടുക്കാൻ വേണ്ടി ജിയോ തെർമൽ വെൻറ്റുകളാണ് സ്രിംഗ് എന്ന് പറയുന്ന ലേക്കിൻ്റെ അടിഭാഗത്തുള്ള ജീവജാലങ്ങളെ സഹായിച്ചത്. പക്ഷേ ആക്ച്വലി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു തടാകത്തെ വറ്റിച്ച് ഇത്രയും ജീവജാലങ്ങളെ കൊന്നു തള്ളിയതിന് ശേഷം ഒരു എക്സ്പ്ലോറേഷൻ നടത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ടാകുമോ എന്ന് സംശയമുണ്ടാകുന്ന വിധത്തിലുള്ള സെറ്റപ്പായിരുന്നു സത്യത്തിൽ ആ ലേക്കിൻ്റെ അടിയിൽ കാണാൻ സാധിച്ചത്. എന്നാലും കമ്പനി ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. ജിയോ തെർമൽ വെൻറ്റ് എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസും അതിൽ നിന്ന് പുറത്തു വരുന്ന ടെമ്പറേച്ചറും ഒക്കെ മനസ്സിലാക്കി ആ ഒരു ഭാഗത്തിൻ്റെ ഷെയ്പ്പൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഈ സബ്മറൈൻ തിരിച്ച് ഏരിയയിലേക്ക് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ അവർ ആൾറെഡി വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ അപ്പ് ചെയ്ത് നിർത്തിയതിന് ശേഷം പിന്നെ ഈ സബ്മറൈനെ പുറത്തെടുക്കണമെങ്കിൽ പ്രത്യേക തരത്തിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ സൈഡുകളിലൂടെ ക്രമീകരിച്ചിരിക്കുന്ന കൂറ്റൻ ക്രെയിനുകളുടെ വള്ളികളുടെ സഹായത്തോടു കൂടി വീണ്ടും വെർട്ടിക്കലാക്കുന്നു. ഒരു 3-4 മണിക്കൂർ സമയമെടുത്തതിന് ശേഷം ഇത്രയും കിലോമീറ്റർ മുകളിലേക്ക് ആ സബ്മറൈനെ പുറത്തെടുത്ത് ഒരു പ്രത്യേകം സജ്ജീകരിച്ച ഒരു മെയിൻ്റനൻസ് ഏരിയയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഏറെക്കുറെ മനസ്സിലായി എന്താണ് ഈ അണ്ടർ വാട്ടർ ലേക്കിന് ചൂട് കൊടുക്കുന്നത്, അവിടുത്തെ ജീവലോകത്തിൻ്റെ പ്രത്യേകതകളും ജീവജാലങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ഒരു പഠനം നടത്താൻ കഴിഞ്ഞു. പിന്നെ ഈ യാത്രക്കിടയിൽ സബ്മറൈൻ്റെ പ്രത്യേക തരത്തിലുള്ള യന്ത്രക്കൈകൾ ചില ജീവജാലങ്ങളെ അവരുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് തന്നെ പിടിക്കുകയും അതിൻ്റെ സാമ്പിളുകൾ സ്റ്റോർ ചെയ്യുകയും ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 50ഓളം വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളെയും മത്സ്യങ്ങൾ പോലെയുള്ള ജീവികളെയും ഒക്കെ തന്നെ ഈ സബ്മറൈൻ കൊണ്ട് കരയിലേക്ക് വന്നിരുന്നു. പക്ഷേ അതിൽ പലതും കരയിലെത്തിയപ്പോൾ തന്നെ ചത്തുപോയി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതായത് അത്രയും ആഴത്തിൽ ഒരിക്കലും നമുക്ക് കരയിൽ കിട്ടുന്ന ന്യൂട്രിനോകൾ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ ചെറിയ അംശം പ്രത്യേക തരത്തിലുള്ള മറ്റ് റേഡിയേഷനുകളും ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ജീവിവർഗമായിരുന്നില്ല അത്.
അത്രത്തോളം സെൻസിറ്റീവായിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാഹനത്തിൻ്റെ ഉള്ളിൽ പെടുമ്പോൾ തന്നെ അതിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും മറ്റ് സംവിധാനങ്ങളും വൈബ്രേഷനും പുറത്തോട്ട് വന്നപ്പോൾ ഉണ്ടായ സഡൻ വേരിയേഷൻ മൂലം ഒരുപാട് ജീവജാലങ്ങളും ഈ സബ്മറൈൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മരിക്കുകയും പലതും മരണത്തിൻ്റെ വക്കിലെത്തുകയും ചെയ്തതോടെ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വളരെ വിചിത്രമായിട്ടുള്ള കുറേ ജീവജാലങ്ങളാണല്ലോ. അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത്. എന്തായാലും അങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള സബ്മറൈനല്ല തിരിച്ച് കയറിയപ്പോഴുള്ളത്. പ്രത്യേക തരത്തിൽ ചില വസ്തുക്കൾ സബ്മറൈൻ്റെ പല ഭാഗത്തും പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. കളകൾ പോലെ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള പൂപ്പൽ പോലെ ഈ സബ്മറൈൻ്റെ സർഫസിൽ പലതും പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് സബ്മറൈനെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത. അപ്പോൾ അടുത്ത ലക്ഷ്യം ജിയോ തെർമൽ വെൻറ്റുകളെ പ്രത്യേക തരത്തിലുള്ള അൺമാൻഡ് ആയിട്ടുള്ള ചെറിയ ഷിപ്പുകളുടെ സഹായത്തോടു കൂടി ചെല്ലുക. പറ്റുമെങ്കിൽ മനുഷ്യരായിട്ടുള്ളയും റോബോട്ടുകളായിട്ടുള്ള ഡൈവർമാരുടെ കൂടി സഹായം ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഈ ഓപ്പണിങ്ങിൽ നിന്നും ഒരു 2.5-3 കിലോമീറ്റർ അകലെയുള്ള പ്രധാനപ്പെട്ട ജിയോ തെർമൽ വെൻറ്റിൽ നിന്ന് പുറത്തു വരുന്ന ചൂടിനെ എന്തെങ്കിലും രീതിയിൽ റീഡയറക്റ്റ് ചെയ്യാനോ അടയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് ഇവർക്ക് പിടിച്ചു കെട്ടേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. കാരണം ഈ 1000 ലിറ്റർ പെർ സെക്കൻഡ് അളവിൽ പുറത്തേക്ക് വെള്ളം അടിച്ചു കളയുന്ന അതേ പമ്പുകളുടെ സഹായത്തോടു കൂടി ഒരു 300-400 ദിവസം വെള്ളം അടിക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ലേക്കിനകത്തുള്ള വെള്ളത്തെ പൂർണ്ണമായിട്ടും അടിച്ചു കളഞ്ഞിട്ട് അതിനകത്ത് മനുഷ്യന് ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് കമ്പനി പ്ലാൻ ചെയ്തത്. അങ്ങനെ വരുന്ന സമയത്ത് പക്ഷേ ഈ ജിയോ തെർമൽ വെൻറ്റുകളുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ അതിന് ചുറ്റുപാടുമുള്ള മഞ്ഞ് കൂടുതലായിട്ട് ഉരുകുകയും ഇവർ വെള്ളം എടുക്കും തോറും അതിൻ്റെ ഉള്ളിൽ പുതിയ മഞ്ഞ് രൂപപ്പെട്ട് വെള്ളം വരികയും ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് തടയുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ലേക്കിലേക്ക് എൻ്റർ ചെയ്തു, സബ്മറൈൻ ഇറക്കി. എവിടെയാണ് ജിയോ തെർമൽ വെൻറ്റുകളെന്ന് ലൊക്കേറ്റ് ചെയ്തു. ഇനി അടുത്ത ലക്ഷ്യം ജിയോ തെർമൽ വെൻറ്റുകളെ അടയ്ക്കുക എന്നുള്ളതാണ്. അത് അത്രത്തോളം എളുപ്പമുള്ളൊരു കാര്യമല്ലെങ്കിലും ഈ ജിയോ തെർമൽ വെൻറ്റുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂടിനെ, ആ ചൂട് വെള്ളത്തിൻ്റെ സാന്നിധ്യത്തെ ലേക്കുമായിട്ട് കലരുന്നതിൽ നിന്ന് തടയാൻ കഴിയുന്ന ഹൈലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വാൽവുകൾ ഉപയോഗിച്ചുകൊണ്ട് ജിയോ തെർമൽ വെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തിനെ ഈ 2-2.5 കിലോമീറ്റർ നീളത്തിൻ്റെ ഔട്ടർ റീജിയനിലേക്ക് വലിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ കമ്പനിയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ഇനി ആ ഭാഗത്ത് നടക്കാൻ പോകുന്നത്. ഏറെക്കുറെ കടലിൻ്റെ അടിയിൽ കാണപ്പെടുന്ന ജിയോ തെർമൽ വെൻറ്റുകളെയും ഭൂമി കുഴിച്ചിട്ട് അഗ്നിപർവ്വതങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെ ലാവകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇറക്കി പരീക്ഷിച്ചൊരു ടെക്നോളജിയാണ് ജിയോ തെർമൽ വെൻറ്റുകളിൽ നിന്ന് വരുന്ന ചൂട് നീരുറവകളെയോ ചൂടിനെയോ കൃത്യമായിട്ട് പുറത്തേക്ക് വമിച്ച് ചുറ്റുപാടുമുള്ള ജലാശയങ്ങളിൽ ഹീറ്റ് എത്താത്ത രീതിയിൽ സ്വന്തം കമ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചതിന് ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറക്കാൻ ആവശ്യമായിട്ടുള്ള നീരാവി അല്ലെങ്കിൽ സ്റ്റീം വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റീം വേർതിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറക്കിയിട്ട് മോട്ടോറിൽ നിന്നും വൈദ്യുതി പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുമെന്നുള്ള ടെക്നോളജി ആൾറെഡി കമ്പനി തന്നെ അതിൻ്റെ പല ബേസുകളിലും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത്രത്തോളം കിലോമീറ്റർ ആഴത്തിൽ പോകണം, പിന്നെ അത്രത്തോളം മനുഷ്യ സാന്നിധ്യമില്ലാത്തൊരു ജലാശയത്തിനുള്ളിലൂടെ സഞ്ചരിച്ചിട്ട് ജിയോ തെർമൽ വെൻറ്റുകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് വരുന്ന ശക്തമായ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന എക്യുപ്മെൻറ്റുകളുടെ സഹായത്തോടു കൂടി ഒരു തെർമലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ ജലാശയത്തിലേക്ക് ചൂടെത്തുന്നതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെ കുറയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അവർ പമ്പ് ചെയ്ത് കളയുന്ന വെള്ളത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഏകദേശം 300 കോടി ലിറ്ററിലധികം വെള്ളം ആൾറെഡി ആ ലേക്കിൽ, സ്ലിംഗ് എന്ന് പറയുന്ന ലേക്കിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ നിലവിലത്തെ ഫുൾ കപ്പാസിറ്റിയും ഈ ഒരു ലിക്വിഫൈഡായി കിടക്കുന്ന വെള്ളത്തെ സോളിഡ് ആക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന റിയേജൻറ്റുകളുടെ എമൗണ്ടും പരിഗണിക്കുമ്പോൾ ഇത്രയും കോടി വെള്ളത്തെ അടിച്ചു കളയാൻ ഏകദേശം 400 ദിവസത്തെ പണി വരുമെങ്കിലും ഈ 400 ദിവസം അടിച്ചു കളയുന്ന ഓരോ ലിറ്റർ വെള്ളത്തിലും ചേർക്കേണ്ട റിയേജൻറ്റിൻ്റെ അത്രയും പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ പണിയാണ്. അപ്പോൾ ഈ ഒരു ഓപ്പണിങ്ങിനെ വെള്ളം അടിച്ചു കളയുന്നത് പോലെയല്ല ലേക്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിന് പകരം അവർ കണ്ടെത്തിയൊരു രീതി ജിയോ തെർമൽ വെൻറ്റുകളെ നിയന്ത്രിച്ചിട്ട് തെർമൽ ഇൻസുലേഷൻ്റെ സഹായത്തോടു കൂടി തടാകത്തിലേക്ക് വരുന്ന ചൂടിനെ കൺട്രോൾ ചെയ്യുമ്പോൾ തടാകത്തിൽ നിന്ന് വരുന്ന ജിയോ തെർമൽ വെൻറ്റുകളുടെ അടുത്ത ഭാഗത്ത് കിടക്കുന്ന ഏരിയയിൽ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. ബാക്കി ഔട്ടർ ലെയറായിട്ട് കിടക്കുന്ന ഭാഗത്ത് ഐസിൻ്റെ സാന്നിധ്യത്തിൽ കട്ടിയായി മഞ്ഞായിട്ട് ഉറഞ്ഞു പോകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നതായിട്ട് അവർ മനസ്സിലാക്കി. അതിനുശേഷം ആവശ്യാനുസരണം ഈ അണ്ടർ ഐസ് അല്ലെങ്കിൽ അണ്ടർ ഗ്ലേഷ്യർ ഏരിയയിൽ
എക്സ്പാൻഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ വാൾ പ്രദേശത്ത് ഇതുപോലെ ഐസായി മാറിയ ആ ജലാശയത്തിൻ്റെ ഭാഗത്തെ പിന്നീട് കൊത്തിയെടുത്തിട്ട് ക്രെയിനുകളുടെ സഹായത്തോടു കൂടി പുറത്തേക്ക് കളയാൻ കഴിയും. വെള്ളം അടിച്ചു കളയുന്നതിന് അത്ര പ്രയാസമില്ല. ബ്ലോക്കുകളായി ഐസ് വെട്ടിയെടുത്തതിന് ശേഷം ക്രെയിനുകളുടെ സഹായത്തോടു കൂടി പുറത്തേക്ക് കളയാൻ ഒരുപാട് പ്രയോജനമുണ്ട്. ഈ റിയേജൻ്റ് ഉപയോഗിക്കേണ്ട, പമ്പ് സെറ്റ് ഉപയോഗിക്കേണ്ട. ഘട്ടം ഘട്ടമായി ഒരു സൈഡിൽ നിന്നും ഈ പണി പുരോഗമിക്കുമ്പോൾ അതിനനുസരിച്ച് ഏരിയ കൂട്ടിയാൽ മതി. അപ്പോൾ നിലവിൽ അവർക്ക് അതിനകത്തൊരു ബേസ് സൃഷ്ടിക്കാൻ ആവശ്യമായിട്ട് വരുന്നത് ഏകദേശം 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയും ഏതാനും മീറ്റർ ഉയരവുമുള്ളൊരു ചെറിയ പ്രദേശം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്രയും ആഴത്തിൽ ഓക്സിജൻ സപ്ലൈ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള എയർ സർക്കുലേഷൻ സിസ്റ്റം എത്തിക്കാനും അവിടെ സസ്റ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ എത്തിക്കാനും എക്യുപ്മെൻറ്റുകൾ എത്തിക്കാനും സാധിക്കും. മാത്രമല്ല, ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ സംജാതമാവുകയാണെങ്കിൽ ഇവാക്യുവേഷൻ പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നാരോ ആയിട്ടുള്ള ഏരിയയാണ് നല്ലത്. പിന്നെ ചെറിയ ചെറിയ ഏരിയകൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഡിമാൻഡിനനുസരിച്ചുകൊണ്ട് കൂടുതൽ സംവിധാനങ്ങൾ റെഡിയാക്കുകയാണെങ്കിൽ അത്തരത്തിലുമുള്ള ഒരു എക്സ്പാൻഷൻ, അതായത് ഖനികൾ ഉണ്ടാക്കുക, പെട്രോളിയം നിക്ഷേപം ഉണ്ടോ എന്ന് കണ്ടെത്തുക, അങ്ങനെ പലതും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ രേഖ വളരെ സാഡാണ്. രേഖ മാത്രമല്ല, അവിടെ വന്നിട്ടുള്ള ഈ ജിയോളജിസ്റ്റുകളും ഈ ജീവജാലങ്ങളെ സ്നേഹിക്കുന്നവരും വളരെ സാഡാണ്. കാര്യം ഭൂമി എന്ന് പറയുന്നത് ഏറെക്കുറെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആമസോൺ വനാന്തരങ്ങൾ പോലും പരിസ്ഥിതിയുടെ വ്യതിയാനം മൂലവും സഹാറൻ ഡെസേർട്ടിൻ്റെ എക്സ്പാൻഷൻ മൂലമുണ്ടായ ഓവർ സാൻഡിഫിക്കേഷൻ്റെ ഫലമായിട്ട് നശിച്ച് തീരാറായ ഒരു കാലഘട്ടമായിരുന്നു. ലോകത്തിലുള്ള അതിജീവിക്കുന്ന വലിയ ജീവികളുടെ 60% വംശനാശ ഭീഷണി നേരിടുന്നു എന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യൻ പോലും വംശനാശ ഭീഷണി നേരിടാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറാൻ സാധ്യതയുള്ള രീതിയിൽ അന്തരീക്ഷം മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. ആ സമയത്താണ് മനുഷ്യൻ ഇതുവരെയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, അതേസമയം വളരെയധികം പ്രിസർവ്ഡായിട്ട് കാണപ്പെടുന്ന വെറൈറ്റി ഓഫ് സ്പീഷീസുകളുള്ള തടാകത്തിനെ വെള്ളം അടിച്ചു കളഞ്ഞ് വറ്റിക്കാനോ ജിയോ തെർമൽ വെൻറ്റുകളിൽ നിന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചൂടിനെ ഇല്ലാതാക്കിയതിന് ശേഷം ഐസാക്കിയ ജീവജാലങ്ങളെ കൊല്ലാനോ ഉള്ളൊരു ശ്രമം എന്ന് പറയുമ്പോൾ ആക്ച്വലി ആർക്കായാലും വിഷമം തോന്നും. പക്ഷേ ഇത് പുറത്തേക്ക് അവർക്ക് പറയാൻ കഴിയില്ല. ഫസ്റ്റ് കേസ് അവരുടെ ഡ്രീം ജോബായിരുന്നു. സെക്കൻഡ് കേസ് ഒരു തരത്തിലുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പുറത്തേക്ക് ലഭ്യമല്ല എന്ന് മാത്രമല്ല, ഒറ്റിക്കൊടുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ പോലും കഴിയാത്ത രീതിയിൽ ബ്ലോക്കായി പോകുമെന്ന് ആർക്കറിയാം. അവിടെ വരുന്ന ഓരോ എംപ്ലോയീസിനും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സിലിണ്ടർ, ഹീറ്റിംഗ് സംവിധാനങ്ങൾ, കാര്യക്ഷമമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണം, അങ്ങനെ കമ്പനി ആളുകൾക്ക് വേണ്ടി ചിലവാക്കുന്ന തുകയ്ക്ക് കൃത്യമായിട്ടുള്ള ഹ്യൂമൻ പവർ ഉപയോഗിക്കേണ്ട ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുമ്പോൾ, ജീവികളുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുമ്പോൾ അവിടെ പോയിരുന്ന് ജീവനോടെ എടുത്ത ജീവികളുടെ സാമ്പിളുകൾ പഠിക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും രേഖയ്ക്കോ അല്ലെങ്കിൽ അവിടെ ജിയോളജിസ്റ്റുകളായിട്ടും സുവോളജിസ്റ്റുകളായിട്ടും വന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെന്തായാലും ജലാശയത്തിൻ്റെ അരികിൽ എത്തിച്ചേരുന്ന രീതിയിൽ സബ്മറൈൻ ഇറക്കിയ സ്ഥിതിക്ക് കൃത്യമായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ലിഫ്റ്റുകൾ ക്രമീകരിക്കാനുള്ള ശ്രദ്ധയാണ് ആരംഭിച്ചത്. അതിനുശേഷം അടിയിലേക്ക് കൃത്യമായ രീതിയിൽ ഓക്സിജൻ എത്തിക്കുന്നതിനും അവിടെയുള്ള വാതകങ്ങൾ പുറത്തേക്ക് കളയുന്നതിനുമുള്ള എയർ വെന്റിലേഷൻ സിസ്റ്റങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രോസസ്സാണ് നടന്നത്. കിലോമീറ്റർ കണക്കിന് ആഴത്തിലേക്ക് ഇത്തരത്തിലേക്കുള്ള ഒരാളേക്കാൾ വലിയ വലിപ്പമുള്ള പൈപ്പുകളെ ഇതിൻ്റെ ഓരോ ഭാഗത്തും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അർജൻറ്റീനയിൽ നിന്നും ഇടനാഴി വഴി, കടലിൻ്റെ ഇടനാഴി വഴി അന്റാർട്ടിക്കയിലേക്ക് വലിയ ചിനൂക്ക് പോലെയുള്ള വലിയ ഭീകരമായിട്ടുള്ള അതിനേക്കാൾ വലിയ ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടു കൂടി പൈപ്പുകൾ എത്തിക്കുന്ന പ്രോസസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് വെൽഡിംഗ് വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ജിയോ തെർമൽ വെൻറ്റുകളെ ക്ലോസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കൂറ്റൻ സന്നാഹങ്ങളും ക്രെയിനുകളും അവിടെ സെറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഹ്യൂമൻ ഇല്ലാത്ത ഓട്ടോണോമസ് ആയിട്ടുള്ള റോബോട്ടുകളുടെ സഹായത്തോടു കൂടി ഇൻസ്റ്റലേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതുവരെയും കൃത്യമായിട്ട് ഡൈവേഴ്സിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാനുള്ള ധൈര്യം കമ്പനിക്ക് വന്നിട്ടില്ല. കാരണം ഇത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് തീർന്നിട്ടില്ല. കേവലം ഒരു സബ്മറൈൻ്റെ സഹായത്തോടു കൂടിയും ചെറിയ ചില ഓട്ടോണോമസ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകളുടെ സഹായത്തോടു കൂടിയും പഠിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ കാണപ്പെടുന്ന ജീവികൾ എത്രത്തോളം ഭീകരമാണെന്നോ സബ്മറൈന് തുല്യം വലിപ്പമുണ്ടെന്നുള്ള രീതിയിൽ കാണപ്പെട്ട, വിദൂരതയിൽ കാണപ്പെട്ട ആ ഒരു ജീവിയുടെ സ്വഭാവം എന്താണെന്നോ തിരിച്ചറിയാനുള്ള ഒരു ശേഷി ഇല്ലാത്തതുകൊണ്ട് മനുഷ്യജീവനുകൾ അപകടമുണ്ടാകാത്ത രീതിയിൽ മിഷൻ പൂർത്തിയാക്കി ഒരു കമ്പനി അതിൻ്റെ ബിസിനസ് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനം നോക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഏരിയയിൽ, ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ചെറിയ ഏരിയയിൽ ഡൈവർമാർ പോയതിന് ശേഷം എന്തെങ്കിലും ഭീഷണി ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനകത്ത് നിന്ന് കാണപ്പെടുന്ന ഈ ജിയോ തെർമൽ ഏരിയയുടെ അടുത്ത് ഉള്ള വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ, അതും H2O ആണെങ്കിലും അവിടെ അടങ്ങിയിട്ടുള്ള വാതകങ്ങൾക്കും കെമിക്കലുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള കോമ്പോസിഷനാണ് ഉള്ളത് എന്ന് പഠനത്തിൽ മനസ്സിലായി.
ഭൂമിയുടെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സാധാരണ കടലിൽ കാണപ്പെടുന്ന ലവണാംശമല്ല എന്നും ഉപ്പിൻ്റെ അംശം വളരെ കുറവായ ആ ഒരു ലേക്കിൻ്റെ പ്രദേശത്ത് മറ്റ് അപൂർവങ്ങളായിട്ടുള്ള ധാതു ലവണ മിശ്രിതങ്ങളും വാതകങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങളാണ് ഉള്ളതെങ്കിലും അവരുടെ ഫുഡ് സൈക്കിളും അതിനകത്തുള്ള ജീവികൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതിയും വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി. കരയിൽ സാധാരണ രീതിയിൽ ഫോട്ടോസിന്തസിസ് നടന്നുകൊണ്ടാണ് ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ജീവജാലങ്ങൾ ഫോട്ടോസിന്തസിസ് അല്ല നടത്തുന്നത്. അത് മറ്റൊരു തരത്തിലുള്ള ക്ലോറിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണം പാകം ചെയ്യലാണ് ഈ ജിയോ തെർമൽ വെൻറ്റിൽ നിന്നുള്ള ലവണാംശവും തറയിലെ മണ്ണിൽ നിന്നുമൊക്കെ തന്നെ ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഈ ജീവജാലങ്ങളെ ഭക്ഷണമാക്കുന്ന അത്യപൂർവ തരത്തിലുള്ള മറ്റ് ചെറു ജീവികളും ജെല്ലി ഫിഷ് പോലുള്ള ജീവികളും അതിനെ ഭക്ഷണമാക്കുന്ന കുറച്ചുകൂടി വലിയ ജീവികളും ഒക്കെ ആണെങ്കിലും ഇവയുടെയൊക്കെ ശരീരം വളരെയധികം ബൾജായിട്ട് സോഫ്റ്റായിട്ട് മാറും കരയിലേക്ക് എടുക്കുമ്പോൾ. കാരണം അതിൻ്റെ അടിയിലുള്ള ഹൈ പ്രഷറിലാണ് ജീവിച്ചിരുന്നത്. ഇവർ ഈ ലേക്കിലേക്കുള്ള ആ മഞ്ഞിൻ്റെ ബ്ലോക്ക് അല്ലെങ്കിൽ കോട്ടിങ് പൊട്ടിച്ച നിമിഷം തന്നെ ഒരുപാട് ജീവജാലങ്ങൾ ചത്തതിൻ്റെ ഐസിൻ്റെ മുകളിൽ തലകുത്തി നിന്നിരുന്നു. കാരണം പെട്ടെന്നുണ്ടായ പ്രഷർ വേരിയേഷനും അതിശക്തമായ രീതിയിൽ മർദ്ദത്തോടു കൂടിയിരുന്ന ലേക്കിൻ്റെ മർദ്ദം അഴിച്ചുവിട്ടതും കാരണം അവരുടെ ബോഡി ബൾജാവാൻ തുടങ്ങി എന്നുള്ളതാണ്. ഹൈ പ്രഷർ ഏരിയയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ശരീരത്തിൽ ആ വെള്ളത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രഷർ മൂലം ഒരു പ്രത്യേക ഷേപ്പിലാണ് അവരവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കടലിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാലും ഏറ്റവും അടിയിലേക്ക് ഒരു 100 മീറ്റർ താഴ്ച കഴിയുന്ന സമയത്തുള്ള ജീവജാലങ്ങളുടെ ബോഡി പ്രഷർ അത് കുറച്ചുകൂടി അത്തരം മർദ്ദത്തെ അതിജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ശരീരമായിരിക്കും. അതല്ലെങ്കിൽ ഒരു കൃത്യമായ സ്ട്രക്ചറൽ ഫോർമേഷൻ ഇല്ലാതെ ജെല്ലി ഫിഷുകൾ പോലെയുള്ള രീതിയിലുള്ള ബോഡി ആയിരിക്കും സാധാരണ അത്തരം ജീവജാലങ്ങളെ കാണുക. അപ്പോൾ നമ്മൾ അവിടെ നല്ല ഷേപ്പിൽ കാണുന്ന ഒരു ജീവിയെ കരയിലേക്ക് എടുക്കുമ്പോൾ കടലിൻ്റെ വെള്ളത്തിനെ അപേക്ഷിച്ച് മർദ്ദം കുറവായതുകൊണ്ട് തന്നെ ശരീരം ബൾജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെയാണ് ഈ സ്ലിംഗ് ലേക്കിലും സംഭവിച്ചത്. ഒരുപാട് സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിട്ടുള്ള ജീവജാലങ്ങൾക്ക് വന്ന പ്രഷർ വേരിയേഷൻ മൂലം അവരുടെ ശരീരം ബൾജാവുകയും ശരീരം പൊട്ടി പല ജീവികളും ആ വെള്ളത്തിൽ ചത്തുപൊങ്ങുകയും ചെയ്തതായിട്ട് പലപ്പോഴും പല വാഹനങ്ങളുടെ മൂവ്മെൻറ്റിലും മുങ്ങിക്കപ്പലിൻ്റെ നിരീക്ഷണത്തിലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ ആൾറെഡി അവിടുത്തെ എക്കോസിസ്റ്റം തുലഞ്ഞു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തായാലും കമ്പനിയുടെ ജിയോ തെർമൽ കൺട്രോളിംഗ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ഏകദേശം ശരിയായതുകൊണ്ട് തന്നെ ലേക്കിലേക്ക് എത്തുന്ന ചൂടുവെള്ളത്തിൻ്റെയും ചൂടിൻ്റെയും അളവിനെ നിയന്ത്രിക്കാൻ സാധിച്ചതോടുകൂടി അവരുടെ സെൻസറുകളുടെ സഹായത്തോടു കൂടി നോക്കി 25 കിലോമീറ്റർ നീളമുള്ള തടാകത്തിൻ്റെ നീളം കുറഞ്ഞു വരുന്നുണ്ട്. അതായത് തടാകത്തിൻ്റെ ഔട്ടർ ലെയറുകൾ അതിനോടൊപ്പമുള്ള മഞ്ഞിൻ്റെ തണുപ്പിനനുസരിച്ച് തണുക്കാൻ ആരംഭിച്ചു. ഇതെല്ലാം ഏകദേശം ഒരു 3-4 മാസത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് റെഡിയാക്കി എടുത്തതാണ്. ഏത് നിമിഷത്തിലാണോ ജിയോ തെർമൽ വെൻറ്റുകളുടെ ചൂടിനെ കൺട്രോൾ ചെയ്യാൻ ആരംഭിച്ചത്, മണിക്കൂറിൽ 150 മീറ്റർ എന്നുള്ള റേറ്റിൽ ഓരോ സൈഡിൽ നിന്നും മഞ്ഞ് രൂപപ്പെട്ട് ഈ ഒരു തടാകത്തെ ഇല്ലാതാക്കി ഇവർ ബേസ് നിർമ്മിച്ചിരിക്കുന്ന ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തിനും ജിയോ തെർമൽ ഏരിയയ്ക്കും ചുറ്റുപാടുമുള്ള പ്രദേശം മാത്രം വെള്ളം നിലനിൽക്കുന്ന രീതിയിൽ ബാക്കി ഭാഗമെല്ലാം ഐസായി മാറിയപ്പോൾ ജിയോ തെർമൽ വെൻറ്റിൻ്റെ ഓപ്പണിങ്ങിനെ പതുക്കെ ലിഡ് ഓപ്പൺ ചെയ്ത് ചൂട് പുറത്തു വിടുകയും ആ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിലനിർത്തിക്കൊണ്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള ഏരിയയിൽ മാത്രം ജലം നിൽക്കുന്ന രൂപത്തിലേക്ക് ആ ഒരു തടാകം മാറുകയും ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ തണുക്കുന്നതിൻ്റെ റേറ്റിനനുസരിച്ച് അപകടം മനസ്സിലാക്കിയ ഒരുപാട് എക്സിസ്റ്റ് ചെയ്ത ജീവജാലങ്ങൾ ഇവരുടെ ജിയോ തെർമൽ വെൻറ്റിനും ഇവരുടെ ഓപ്പണിങ്ങിൻ്റെയും ഭാഗത്ത് അട്ടിയിട്ട് കൂടുകയും അവസാനം ഈ ഒരു ചെറിയ ഓപ്പണിങ്ങിലായിട്ട് ലക്ഷക്കണക്കിന് ചെറുതും വലുതുമായ മത്സ്യങ്ങളെ പോലെ തോന്നുന്ന ജീവജാലങ്ങളും മറ്റ് കടൽ ജീവികളും കുന്നുകൂടി നിന്നത് ഒരു വളരെ വലിയ കാഴ്ചയായിരുന്നു. ഒരു വലിയ ആർട്ടിഫിഷ്യൽ അക്വേറിയത്തിനകത്ത് എല്ലാ മത്സ്യങ്ങളെയും ഒന്നിച്ചിട്ടതുപോലെ ആ പ്രദേശത്ത് ജീവജാലങ്ങൾ നീന്തി തുടിക്കുകയും അതിജീവിക്കാൻ കഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണാമായിരുന്നു. അപ്പോൾ ആക്ച്വലി അതിനകത്തുള്ള ജീവജാലങ്ങൾക്ക് ചൂടുണ്ടായിരുന്നു, വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ ശ്വസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴും തടാകം ഇത്രയും വലുതായിരുന്നത് കൊണ്ടും ഈ തടാകത്തിലുള്ള വെള്ളം കൃത്യമായിട്ടുള്ള അണ്ടർ അന്റാർട്ടിക്കൻ സർക്കുലേഷനിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു ലേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ലേക്കാണ് എന്നാണ് ഗവേഷകർ വിശ്വസിച്ചിരുന്നതെങ്കിൽ ആക്ച്വലി ഈ ലേക്കിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി ഏകദേശം 675-ലധികം ഡിഫറൻറ്റ് ലേക്കുകളെ കണക്ട് ചെയ്യുന്ന വാട്ടർ കനാൽ സിസ്റ്റങ്ങളുണ്ട്. ഈ വാട്ടർ കനാൽ സിസ്റ്റങ്ങൾ പതിയെ ചില സ്ഥലങ്ങളിൽ കടലിൻ്റെ ഹയർ ഏരിയയുമായിട്ട് മീറ്റ് ചെയ്യുകയും പലപ്പോഴും കടൽ വെള്ളത്തിനെ ലീക്ക് ചെയ്യുമ്പോൾ ഈ ഉപ്പുവെള്ളം എന്തായാലും ഐസ് ആവില്ലല്ലോ, പക്ഷേ കടൽ വെള്ളം ലീക്ക് ചെയ്ത് ചില തടാകങ്ങൾ സാൾട്ടി ആവുകയും ചെയ്യപ്പെട്ടതായിട്ടും ഇവർക്കറിയില്ലായിരുന്നു. പക്ഷേ അതിനകത്തൊരു അണ്ടർ വാട്ടർ കനാൽ സിസ്റ്റം പോലെ പരസ്പരം ലേക്കുകൾ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കരയുമായിട്ട് സാമീപ്യമുള്ള ചില പ്രദേശങ്ങളിൽ
ഓക്സിജൻ്റെ സർക്കുലേഷൻ കൃത്യമായി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ജീവജാലങ്ങൾക്ക് വെള്ളത്തിനടിയിൽ നിന്നുള്ള ഓക്സിജൻ ശ്വസിക്കാൻ കഴിയുന്ന ചില സംവിധാനങ്ങളും ബബിളുകളൊക്കെ രൂപപ്പെടുന്ന ഒരു കോംപ്ലക്സ് സിസ്റ്റമായിരുന്നു അന്റാർട്ടിക്കയുടെ അടിഭാഗത്തുള്ളത്. ഒരുപാട് ജീവജാലങ്ങളെ വെള്ളത്തിൻ്റെ അടിയിൽ കണ്ടെത്തിയപ്പോഴും അവയൊക്കെ തന്നെ ഓക്സിജനാണോ ശ്വസിക്കുന്നത് എന്ന് ഗവേഷകർ പഠിക്കുമ്പോൾ ആക്ച്വലി വളരെ ചെറിയ എമൗണ്ടിലുള്ള ഓക്സിജൻ്റെ സഹായത്തോടു കൂടി തന്നെ എനർജി പ്രൊഡക്ഷൻ നിലനിർത്താനും ജീവിക്കാനും ആ ജീവിയൊക്കെ കഴിയും. ഇത്തരത്തിൽ സൈഡിൽ നിന്നുള്ള ഏരിയ മഞ്ഞായി ഐസ് കട്ടയായി മാറാൻ തുടങ്ങിയതോടുകൂടി ഇവർക്ക് ഓക്സിജൻ ലഭ്യത ചെറുതായിട്ടെങ്കിലും കിട്ടുന്ന കനാലുകളിലേക്കുള്ള മൂവ്മെൻറ്റ് തടസ്സപ്പെട്ടു. മാത്രമല്ല ഈ ഒരു സ്ലിംഗ് എന്ന് പറയുന്ന ഒരു ലേക്കിനെ പാസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഒട്ടനവധി കനാലുകളിലേക്ക് വാട്ടർ സർക്കുലേഷൻ നടക്കുന്നതും പല ഹൈഡ്രോതെർമൽ വെൻറ്റുകളുടെ സഹായമില്ലാത്ത ലേക്കുകളും ലിക്വിഡായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതൊരു അപകടമാണെന്നും ഇത് ആക്ച്വലി മറ്റ് ലേക്കുകളെയും ഗ്ലേഷ്യറുകളെയും ബാധിക്കുന്നുണ്ട് എന്നും കമ്പനിക്ക് മനസ്സിലായില്ല. എന്നാൽ അങ്ങനെ വളരെയധികം ചിറകടിച്ചുകൊണ്ട് വിപ്രാളപ്പെട്ടുകൊണ്ട് ഓക്സിജൻ ലഭ്യതയില്ലാതെ ഈ ചെറിയ ഏരിയയിൽ കിടന്ന് കറങ്ങിയ ഒരുപാട് വലിയ ജീവികൾ ക്രമേണ ചത്തു മലക്കാൻ തുടങ്ങി. അവരുടെ ഉപകരണങ്ങളിലും മറ്റും വന്ന് അടിഞ്ഞിരിക്കുകയും കിടന്ന് പിടയ്ക്കുകയും ചെയ്യുന്ന കാഴ്ച അതിദയനീയമായിരുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് മനുഷ്യജീവൻ ഉണ്ടായതിനു ശേഷം കണ്ടെത്തിയൊരു ഡിഫറൻറ്റ് വേൾഡായിരുന്നു അന്റാർട്ടിക്കടിയിലുള്ള ലേക്ക്. അതിനെ പുറം ലോകത്തിന് പോലും കാണിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത രീതിയിൽ സിർഡോക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഒരു വളരെ വലിയ ആധിപത്യ മഹാനുഭാവവും അഹങ്കാരവും ബിസിനസ് താല്പര്യവും മൂലം ചത്ത് മലക്കുന്ന കാഴ്ച അവിടെയുള്ള കേവലം 500-ൽ താഴെ വരുന്ന പ്രവർത്തകരും തൊഴിലാളികളും ഗവേഷകരുമൊക്കെ ദയനീയമായിട്ട് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു ദിവസമായിരുന്നു അന്ന് അവിടെ നടന്ന കൂട്ടക്കൊല. ലക്ഷക്കണക്കിന് 10,000-കണക്കിന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത, ചിത്രമെടുക്കാൻ പോലും സാധിക്കാത്ത, ഒന്ന് അതിജീവിച്ചിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വണ്ണം ആ ജീവജാലങ്ങളെയും സ്പീഷീസുകളെയും ഒന്നിനെ പോലും നിലനിർത്താത്ത രീതിയിൽ ഓക്സിജൻ്റെ ദൗർലഭ്യം മൂലം മരിക്കാൻ തുടങ്ങി. ആക്ച്വലി അങ്ങനെ മരിച്ചില്ലെങ്കിലും ഇവർ ഈ ബാക്കി വന്ന ഏരിയയിലെ വെള്ളം അടിച്ചു കളഞ്ഞ് അവിടെ എയർ നിറച്ചിട്ടൊരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഭാഗത്തുള്ള ജീവികൾ എന്തായാലും ചത്തുപോയേ മതിയാവും. പക്ഷേ അവരുടെ പമ്പിംഗ് സിസ്റ്റത്തിനും മറ്റും ഇത് കയറാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ചെറിയ ഏരിയയിൽ 2 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയും ഏതാനും മീറ്ററുകൾ ആഴവുമുള്ള ഈ ചെറിയ ഏരിയ സേഫാണെന്നും ലേക്കിൻ്റെ ഫ്ലോറിൽ തട്ടി നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഐസ് രൂപപ്പെട്ടിട്ടുള്ളത്. സോ അടിഭാഗം ബേസ് ക്ലിയർ ആണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവരുടെ സിസ്റ്റമാറ്റിക് പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തുള്ള വെള്ളം അടിച്ചു കളയാൻ തുടങ്ങി. ഏകദേശം ഒരു 4 മാസത്തെ പ്രവർത്തനം വേണ്ടി വരും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വെള്ളത്തെയും അടിച്ചു കളയാൻ. അതിനനുസരിച്ചുകൊണ്ടുള്ള റിയേജൻറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ കലക്കി കരയിലേക്ക് കൊണ്ടുവന്നിട്ട് കട്ട പിടിക്കാത്ത രീതിയിൽ ഒരു തോട് പോലെ ഒഴുകുന്നത് പല സാറ്റലൈറ്റ് മാപ്പുകളുടെയും ചിത്രത്തിൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഈ പ്രതിഭാസം എന്ന് പല ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായില്ല. ഈ കമ്പനിയെ ബാക്ക് ചെയ്യുന്ന യൂറോപ്യൻ സംഘടനകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സംവിധാനം അവർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത്. അതിൽ തന്നെ വളരെ കുറച്ച് പേര് മാത്രമാണ് 50 മീറ്റർ ഡയമീറ്ററുള്ള ഭീകരമായിട്ടുള്ളൊരു ബോർവെല്ലല്ല, ഒരു വലിയ ഡ്രില്ലിംഗ് ഹോളാണ് അവിടെ സൃഷ്ടിച്ചതെന്നും അതിനകത്താണ് ഈ പ്രവർത്തനങ്ങളും ക്രൂരതകളും മൊത്തം നടക്കുന്നതെന്നും മനസ്സിലാക്കിയിരുന്നുള്ളൂ. എന്തായാലും അവരുടെ ഈ വെള്ളത്തെ ഡ്രെയിൻ ചെയ്ത് കഴിയുന്ന പ്രോസസ്സ് സക്സസ്ഫുള്ളായി. വേറെ സ്ട്രക്ചറൽ ഡാമേജുകളൊന്നും ഉണ്ടായില്ല. കൃത്യമായിട്ട് ലിഫ്റ്റിൽ കയറി ഒരു 15 മിനിറ്റോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ താഴേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഹോൾ അവരവിടെ സൃഷ്ടിച്ചെടുത്തു. അതിനുശേഷം അതിന് വളരെ വലിയ ഒരു തെർമോ സർക്കുലേഷൻ മൂടി ഉണ്ടാക്കിയെടുത്തു. അതിനകത്ത് ആ ഹോളിൻ്റെ അകത്തുകൂടി അടിത്തട്ടിലേക്ക് പോകുന്നത് വരെ കൃത്യമായ രീതിയിൽ ടെമ്പറേച്ചർ ഡിഫറൻസോ ഓക്സിജൻ സർക്കുലേഷൻ്റെ പ്രോബ്ലമോ ഉണ്ടാവാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് മഞ്ഞ് പിടിച്ചു കിടക്കുന്ന ഭിത്തികളെ വെട്ടി ഒതുക്കി അതിനുശേഷം തെർമൽ ഇൻസുലേഷൻ കൊടുത്തിട്ട് സത്യത്തിൽ അന്റാർട്ടിക്കയുടെ സബ് ഗ്ലേഷ്യർ ഭാഗത്തൊരു പുതിയ രഹസ്യ അറ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ടെക്നിക്കലി അവരുടെ ഉദ്ദേശം പെട്രോളിയം എക്സ്ട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൊബാൾട്ട് ലിഥിയം പോലെയുള്ള മൈനുകൾ കണ്ടെത്തുകയോ ചെയ്യുന്നത് മാത്രമാണെന്ന് തോന്നില്ല. കാരണം ഇത്രയും പണം ചിലവാക്കി ഇത്രയും ശക്തമായ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ജിയോ തെർമൽ വെൻറ്റുകളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെയും ചൂടിൻ്റെയും സഹായത്തോടു കൂടി എനർജി ഉൽപ്പാദിപ്പിച്ച ഒരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു വലിയ കഥയുണ്ട്. എന്തോ ഒരു വലിയ ഉദ്ദേശ ലക്ഷ്യം നടപ്പിലാക്കുന്നുണ്ട്. പുറത്തറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഭാവിയിൽ ഉപയോഗപ്രദമാകാൻ സാധ്യതയുള്ള കിലോമീറ്റർ കണക്കിന് ആഴത്തിലുള്ള ഒരു രഹസ്യ സങ്കേതം, മണ്ണ് തുരന്നു പോയാൽ സാധിക്കാത്തൊരു സംവിധാനത്തെ മഞ്ഞു തുരന്നുണ്ടാക്കാൻ അവർക്ക് കാരണമായൊരു സംഭവമുണ്ട്. ആ സംഭവത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ രേഖയുടെ മനസ്സിൽ ഉടലെടുക്കുകയായിരുന്നു. എന്തായിരുന്നു ആ സംഭവമെന്നും അതെങ്ങനെയാണ് ഈ ഒരു മിഷൻ്റെ ഫ്യൂച്ചറിനെ ബാധിച്ചത് എന്നതിനെക്കുറിച്ചും
അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നോവലിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് 1-ാം ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംഭവബഹുലമായിട്ടുള്ള സയൻസ് ഫിക്ഷൻ സംഭവങ്ങളുമായിട്ട് ഈ കഥ തുടരുകയാണ്. ഇത് തുടരാൻ നിങ്ങൾക്ക് പൂർണ്ണമായും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന പല ടെക്നിക്കലായിട്ടുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ടെക്നോളജികളെക്കുറിച്ചും നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന JR സ്റ്റുഡിയോ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നുണ്ട്. അന്റാർട്ടിക്കയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി റെഫർ ചെയ്യുക. ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ അവിടെയും അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് ഇവിടെയും ലിങ്ക് ചെയ്ത് മുന്നോട്ട് പോകും. എന്തായാലും ഈ ഒരു സയൻസ് ഫിക്ഷൻ വീഡിയോ നോവൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ. ബൈ.